സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ഹ്രീം നമഃ ശിവായ. ഓം നമോ നാരായണായ. 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം ഹരിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ സൽഗുരും തം നമാമി. വന്ദേ നന്ദവ്രതസ്ത്രീണാം പാദരേണുമഭീഷ്ണശകം
യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരിക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യത്തിൽ ഭാഗവതപ്രിയനായിരിക്കുന്ന പെരുന്തട്ട മഹാദേവരുടെ തിരുസന്നിധിയിൽ അവിടുത്തെ പ്രത്യേക കാരുണ്യത്താൽ നടക്കുന്നതായ ഈ 41ാമത് ഭാഗവത സത്ര മഹായജ്ഞത്തിൽ ഇതിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്ന ആൾക്കാരെല്ലാവരും ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രീഭവിച്ച ആൾക്കാരാണ്. പെരുന്തട്ട മഹാദേവർക്ക് ഈ ഭാഗവതം കേൾക്കണം, ഈ ഭാഗവത സത്രം ഇവിടെ നടക്കണം എന്നുള്ളതായ പ്രത്യേക സങ്കല്പവും അവിടുത്തെ കാരുണ്യവും വാത്സല്യവും കൊണ്ടാണല്ലോ ഈ ഭാഗവത സത്രം ഇവിടെ നടക്കാനിടയായിരിക്കുന്നത്. അപ്പോൾ ഈ സത്രം നടത്തുന്ന ആളാരാ? പെരുന്തട്ട ദേവരാണ്. അപ്പോൾ ആരൊക്കെ ഇവിടെ വരണം, കേൾക്കണം, ആരൊക്കെ പറയണം, എപ്പോൾ വരണം, എപ്പോൾ തുറങ്ങണം, എല്ലാം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മാ കഞ്ചന ശുചോരാജന്യർ ഈശ്വരവശം ജഗൽ എന്ന നാരദ മഹർഷി അരുളി ചെയ്യുന്ന പോലെ ഒരു കരിയിലെ കാറ്റ് തനയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു മഹത്തായ സങ്കല്പമുണ്ടാവണം. ആ സങ്കല്പത്തിനനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന് കാണാനൊരു കണ്ണും കരളുമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ആകാംക്ഷയോ അസ്വസ്ഥതയോ ആകുലതയോ ഒരിക്കലും നമ്മളെ അലട്ടാനിടയായിത്തീരില്ല. അവിടുന്ന് ഡ്രൈവർ, നമ്മൾ വണ്ടി അവിടുന്ന് ഓടിക്കുന്ന പോലെ ഓടുന്നു. പിന്നെ ആരെല്ലാമാണോ സുഹൃതം ചെയ്തിരിക്കുന്നതായി കൊടുത്തു വെച്ചതായിരിക്കുന്നതായ ആൾക്കാർ, ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിരിക്കുന്ന ആൾക്കാർ, അവരെല്ലാം എത്തിക്കൊള്ളും. സത്രം കേൾക്കാൻ സപ്താഹത്തിന് ഇത്രയൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടും കേൾക്കാൻ ആൾക്കാരില്ലല്ലോ, ചെയറൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുവല്ലോ എന്നുള്ളതായ പരിഭവം വേണ്ട. നമ്മൾ സ്ഥൂലദൃഷ്ട്യാ നമ്മൾക്കൂടെ ആൾക്കാരെ കാണാൻ സാധിക്കുന്നെങ്കിലും സൂക്ഷ്മ ശരീരങ്ങളായിരിക്കുന്നതായ അനവധി ആൾക്കാർ എവിടെ ഉണ്ടാവാം. ഭൂലോകവൈകുണ്ഠമായിരിക്കുന്നതായ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ സങ്കീർത്തന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഈറ്റലോ മറോടമായിരിക്കുന്നതായ പുണ്യഭൂമിയിൽ അനാദികാലമായി ലോകത്തെ കുളിർപ്പിച്ചും തളിർപ്പിച്ചും സനാതന ധർമ്മത്തിൻ്റെ സന്ദേശവാഹന്മാരായി അനവധി മഹാത്മാക്കൾ ജന്മം കൊണ്ടതായി പുണ്യഭൂമിയിൽ അങ്ങനൊരു കുറവ് വരില്ല. കാരണം അത് ഈ മണ്ണിൻ്റെ മണമാണ്, ഗുണമാണ്. പൃഷ്ണിയും സുതപസുമായി ജനിച്ചതായ സമയത്ത് പൃഷ്ണിഗർഭനായി ഭഗവാൻ തിരുവതാരം ചെയ്തു. പിന്നീട് കശ്യപനും അതിഥിയായി ജനിച്ചതായ സമയത്ത് ഭഗവാൻ വാമനായി തിരുവതാരം ചെയ്തു. ദേവികി വത്സയന്മാരെ ജനിച്ചതായ സമയത്ത് പരിപൂർണ തമാവതാര സ്വരൂപമായിട്ട് അവിടെ നിന്ന് തിരുവതാരം ചെയ്തു. ആ അവതാരങ്ങളിലെല്ലാം അവർ മാറി മാറി പൂജിക്കാനിടയായിരിക്കുന്നതായ ആ ഗുരുവായൂരപ്പൻ വേറെ എങ്ങും എഴുന്നള്ളാതെ ഈ പടിഞ്ഞാറൻ കടൽക്കരയിൽ ഇവിടെ സാന്നിധ്യം ചെയ്ത് അനേകായിരങ്ങൾക്ക്, കോടാനുകോടികൾക്ക് കാലാകാലങ്ങളായിട്ട് ആത്മീയതയുടെ അഭയകേന്ദ്രമായി പ്രപന്ന പാരിജാതമൂർത്തിയായി അവിടുന്ന് പരിലസിക്കുന്നു എന്നുള്ളത് തന്നെ ഈ മണ്ണിൻ്റെ മണം കൊണ്ടും ഗുണം കൊണ്ടുമാണല്ലോ, വേറെ എങ്ങും സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ പ്രത്യേക കാരുണ്യം പെരുന്തട്ട മഹാദേവരുടെ 108 ദേവാലയങ്ങളിൽ ഒന്നായിരിക്കുന്നതായ മഹാദേവൻ ഭഗവത് നാമത്തിൻ്റെ വൈഭവം അറിയുന്നതായ 12 പേരിൽ അഗ്രഗണ്യനായി ആചാര്യന്മാരെന്നും ആദരിക്കുന്നതായ ആരാധിക്കുന്നതായ ആശുതോഷവും ഉമാപതിയുമായിരിക്കുന്നതായ മഹാദേവൻ്റെ പ്രത്യേക കാരുണ്യത്താൽ നടത്തുന്നതായ ഈ സത്രത്തിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നത് തന്നെ നമ്മളുടെ എല്ലാവരും ഭാഗ്യമാണ്. ഭഗവാന്റെ പുത്രപൗത്രാദി യാദവകുലം മുഴുവൻ തമ്മിൽ തല്ലി നശിക്കാനിടയാവട്ടെ എന്നതായ ശാപം കിട്ടിയതായ വേളയിൽ ഈശ്വരോപി തദന്യത കർത്തും നേച്ചൽ വിപ്രശാപം കാലരൂപ്യന്യമോദതാം, അതെല്ലാം വേണമെങ്കിൽ ഇല്ലാതാക്കി തീർക്കാൻ സാധിക്കുമെങ്കിലും മൂർത്തിത്രയ ശ്രേഷ്ഠനായിരിക്കുന്നതായ പരാൽപരനായ പരമ്പൊരുളാണ് അവിടുന്ന്. എന്നിരുന്നാൽ പോലും കാലരൂപ്യന്യമോദത, കാലരൂപയായിരിക്കുന്നതായ ഭഗവാൻ അതിനെ അനുമോദിച്ചു. നടക്കേണ്ടത് നടക്കേണ്ടപ്പോൾ നടക്കേണ്ട പോലെ നടക്കും, നടക്കട്ടെ എന്ന് നമ്മളെന്നും കരളിൽ കാത്തു സൂക്ഷിക്കേണ്ടതായ ഒരു മഹാവാക്യം ഭഗവാൻ സ്വാനുഭവത്തിലൂടെ അവിടുത്തെ ദിവ്യലീലയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നടക്കേണ്ടത് നടക്കേണ്ടപ്പോൾ നടക്കേണ്ട പോലെ നടക്കും. അങ്ങനെ നടക്കേണ്ടത് ഭാഗവത സത്രത്തിൻ്റെ ചരിത്രത്തിൽ നടക്കേണ്ടപ്പോൾ നടക്കേണ്ട പോലെ നടക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ പ്രത്യേക കാരണത്താൽ. അവിടുത്തെ പ്രത്യേക കാരണത്താൽ നടക്കുന്നതായ ഈ മഹായജ്ഞത്തിൽ കലികാല രാജസോയം എന്ന് വിശേഷിപ്പിക്കാവുന്നതായ ഒരു മഹാസത്സംഗമായി വളർന്ന് വലുതായിരിക്കുന്നതായ ഈ ഭാഗവത സത്രമാകുന്നതായ മഹാസത്സംഗം പാരാവാരങ്ങളൊക്കെ പരന്നു കിടക്കുന്നതായ അനവധി
ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ നമ്മൾക്ക് പൂർവികന്മാർ നമ്മൾക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിലും വ്യാസോച്ഛിഷ്ടമായിരിക്കുന്നതായ ആ സംസ്കൃതിയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയിരിക്കുന്നതും ഭക്തജനങ്ങളെ ഹൃദയത്തിലേറ്റി കൊണ്ടു നടക്കുന്നതും ശ്രീമദ് ഭാഗവതത്തെയാണ്. ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. പലതും പഠിച്ച് പെരുവഴിയാവേണ്ടതായ കാര്യമില്ല. ഭാഗവതമാകുന്ന ഒന്നിനെ പഠിച്ചാൽ മതി. ഇരിക്കുന്ന ദിക്കിലിരുന്ന് എത്തേണ്ട ദിക്കിൽ എത്തിച്ചേരാനെ കൊണ്ട് സാധിക്കുമെന്ന അർത്ഥശങ്കയ്ക്ക് അവകാശമില്ലാത്തതായ രീതിയിൽ നമ്മളോട് ആചാര്യൻ അരുളി ചെയ്തു. എന്തുകൊണ്ട് ഭാഗവതത്തെ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു? മറ്റേ പടിഞ്ഞാറങ്കാറ്റിൻ്റെ കുഞ്ഞാടുകൾ പലതും പറഞ്ഞ് പ്രലോഭിച്ച് മതം മാറ്റി ആരാധകരുടെ അംഗസംഖ്യ കൂട്ടാൻ തക്കതായ കുടില തന്ത്രങ്ങൾ പറയുന്ന പോലെയല്ലേ ഇത് മാത്രം പഠിച്ചാൽ മതി, ഞങ്ങളുടെ ദൈവത്തിലൂടെ മാത്രമേ മുക്തിയുള്ളൂ എന്ന് പറയുന്നതായ സമ്പ്രദായമല്ലേ ഇങ്ങനെ പറയുന്നത് എന്നാണെങ്കിൽ അങ്ങനെയല്ല. ഒരു യുക്തിവാദിക്കും കണ്ടിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ശാസ്ത്രശാഖയെ അവതരിപ്പിച്ചിരിക്കുന്നതായ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. അന്നകത പ്രാണന്മാരായി ചഞ്ചലചിത്തന്മാരായി കാറ്റത്തിട്ട പഞ്ഞിയെപ്പോലെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടുകൂടി ഇരിക്കുന്നതായ പാമരന്മാരായി കഴിയുന്നതായ ആൾക്കാർക്ക് പോലും പരമപദത്തെ പ്രാപിക്കാനുള്ളതായ പ്രായോഗിക വേദാന്തത്തെ പഠിപ്പിക്കുന്നതായ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. സകലമാന ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ, വരുന്നതെന്തിനേയും കൈനീട്ടി സ്വീകരിക്കാൻ, നിരസിക്കാനും നിഷേധിക്കാനും ഒരുങ്ങാതെ എന്തിനേയും സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും നമ്മളെ പ്രാപ്തമാക്കുന്നതായ പ്രായോഗിക വേദാന്തമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് തന്നെയാണ് ഈ കലികാലത്ത് മറ്റെല്ലാ ഗ്രന്ഥങ്ങളെക്കാളും കൂടുതൽ ഭാഗവതത്തിന് പ്രചാരം കിട്ടിക്കൊണ്ടുവരുന്നത്. ഒരു ഹിന്ദു ആണെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതിൽ ഭാരതം കേൾക്കണം, ഗീത പഠിക്കണം, ഭാഗവതം വായിക്കണം, ഹിമാലയം കാണണം, ഗംഗയിൽ കുളിക്കണം എന്ന് പറയും. ഓരോരുത്തരും കണക്കൂട്ടത് പോയി അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അതിൽ ഇവിടെ ഭാഗവതം വായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതം കേൾക്കണം, ഗീത പഠിക്കണം, ഭാഗവതം വായിക്കണം. ഭാരതം ധർമ്മസുതത്വം നിഹിതം ഗുഹായം. ധർമ്മത്തിൻ്റെ മർമ്മത്തെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതായ 1500ഓളം കഥാപാത്രങ്ങളെക്കൊണ്ട് 1,26,000 ശ്ലോകങ്ങളെക്കൊണ്ട് പശുപക്ഷി മൃഗാദികളെ പോലും കഥാപാത്രങ്ങളാക്കി കോർത്തിണക്കി മഹത്വാൽ ഭാരവത്വാച്ച മഹാഭാരതം ഇതീര്യത. മഹത്വം കൊണ്ടും ഭാരം കൊണ്ടുമാണ് പഞ്ചമവേദമെന്ന് പുകൾപ്പെട്ടിരിക്കുന്നതായ ശ്രീമദ് മഹാഭാരതത്തെ നമ്മളോട് കേൾക്കാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ധാർമ്മികമായിരിക്കുന്നതായ ഒരു അടിത്തറ, ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുള്ളിലുണ്ടാവണം. ധാർമ്മിക തത്വങ്ങൾ കേട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഗീത പഠിക്കണം. ഭഗവത്ഗീത വാസുദേവൻ്റെ വരദാനമായി വഴിഞ്ഞൊഴുകിയിരിക്കുന്നതായ ഭഗവത്ഗീത നമ്മളുടെ സകല ശാസ്ത്രങ്ങളുടെയും ആകത്തുകയായ അന്തസത്തയായ അനുഭവ സമ്പന്നന്മാരായ ആശീശ്വരന്മാർ നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്നതായ പരമശാസ്ത്രമാണ്. ഗീതാൽ ശാസ്ത്രം പരംനാസ്തി. അതിലുപരിയായിരിക്കുന്നത് ശാസ്ത്രമില്ല. അത് കമ്പോട് കമ്പങ്ങ് വായിച്ചു തീർത്താൽ പോരാ, ഒരു ചടങ്ങ് പോലെ അങ്ങ് തീർത്താൽ പോരാ. ഓരോ അക്ഷരങ്ങളും അനവധി അർത്ഥങ്ങളും ആശയങ്ങളും ഒരക്ഷയഖനി കണക്കെ അതിൽ നിന്ന് ആവിർഭവിക്കുന്നതായ കാഴ്ച കാണണമെങ്കിൽ, സ്വാനുഭവം ആവണമെങ്കിൽ അത് പഠിക്കണം. ഉള്ളിൻ്റെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങി അതിൻ്റെ മണിമുത്തുകളെ കണ്ടെത്താൻ തക്കതായ കുശാഗ്രബുദ്ധി ഉള്ളിലുണ്ടാവണമെന്നുള്ളതുകൊണ്ട് ഗീത പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഭാഗവതം വായിക്കണം. നമ്മൾക്ക് നിത്യപാരായണം ചെയ്യേണ്ടുന്നതായ ഗ്രന്ഥം ഏതാണ്? ആദ്യമായിട്ട് ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് അന്വേഷിക്കുന്നതായ ഒരു ജിജ്ഞാസുവിന് എന്നും മുന്നിലുണ്ടാവുന്നതായൊരു ചോദ്യം, എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം? മറ്റ് സായിപ്പന്മാർക്കൊക്കെ ആണെങ്കിൽ ആകെ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് അവർ ഈ ഇല്ലാത്ത കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കാണെങ്കിൽ അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശകാലോ ബഹുവച്ഛ വിഘ്ന. ശാസ്ത്രങ്ങൾ അനവധിയാണ്, ആചാര്യ പരമ്പരകൾ അനവധിയാണ്. ഇതൊക്കെ പഠിച്ചു തീരാൻ തക്കതായ ആയുസുണ്ടോ? അല്പച്ഛ കാലഹ, കാലം വളരെ അല്പമാണ്. ഇനി എത്ര കാലം ഇങ്ങനെ കാലം ഇരിക്കണം മോഹമൊക്കെ ഉണ്ട്, ഇരുന്നാലല്ലേ. ഇനി ഉള്ള കാലം എങ്ങനെയായാലും ശരി, വയ്യെങ്കിലും പോകുക തന്നെ, എവിടെയെങ്കിലും അവിടെ ചെന്നിരുന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് കേൾക്കാൻ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ബഹവച്ഛ വിഘ്നങ്ങൾ അനവധിയാണ്. വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിരുദ്ധങ്ങളായിരിക്കുന്നതായ ആചാര്യ പരമ്പരകളിൽ പെട്ടിരിക്കുന്നതായ മഹാത്മാക്കൾ വന്ന് ഓരോ പ്രകാരത്തിൽ ശാസ്ത്രതത്വങ്ങളെ വ്യാഖ്യാനിക്കുന്നതായ സമയത്ത് ഇതിലേത് സ്വീകരിക്കണം? ഓരോരുത്തരും പറയും ഞങ്ങൾ പറയുന്നത് പക്ക, മറ്റുള്ളവരുടെ പോക്ക.
ഇതിലിപ്പോൾ ഏതാ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഇരുകർത്തവിത മൂഢനായി നിൽക്കുന്നതായ ഒരു ജിജ്ഞാസുവിനോട് വ്യാസഭഗവാൻ, ആചാര്യന്മാരിൽ അഗ്രഗണ്യനായി ഗുരുവിൻ്റെ ഗുരുവായിരിക്കുന്നതായി വ്യാസഭഗവാൻ, സംസാരിണാം കരുണയാഹ, സംസാര സാഗര സന്തപ്ത ചിത്തന്മാരായി കഴിയുന്നതായ പരകോടി ജീവന്മാരോടുള്ള പരമകാരുണ്യം കൊണ്ട് നമ്മൾക്ക് പ്രദാനം ചെയ്തതാണ് ശ്രീമദ് ഭാഗവതം. 334 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളും 16 ഗ്രന്ഥങ്ങളുമാകുന്ന കരചരണാദി അവയവ സ്വരൂപേണ ഇരിക്കുന്ന തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേഹ, ഭഗവാന്റെ വാഗ്മയ സ്വരൂപമായി നമ്മൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. കലികാലത്ത് നാനാവിധ ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും ആദിവ്യാധികളും മാറാവ്യാധികളും തീരാ ദുഃഖങ്ങളും കൊണ്ട് പൊറുതിമുട്ടിക്കഴിയുന്നതായി ജീവനെ ശാശ്വത ശാന്തി ഏകാൻ വേണ്ടി വ്യാസഭഗവാൻ ലളിത കോമള കാന്ത പദാവലികളാൽ പ്രദാനം ചെയ്തതായ ഈ ശ്രീമദ് ഭാഗവതം ഒരു പ്രകാരത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ ഇടയായി തീരരുത്. ഇന്ന് ഈ കലികാലത്ത്, ഇപ്പോൾ കലികാല വർണ്ണനയാണ് ഇനി പറയാനെ കൊണ്ട് പോകുന്നതും ഒക്കെ എന്തും സംശയദൃഷ്ടിയാ നോക്കുന്നതായ ആൾക്കാരാണ്. അങ്ങനെ സംശയദൃഷ്ടിയാ നോക്കുന്നതായ ആൾക്കാർക്ക് പോലും ഒരു പ്രകാരത്തിലും ഒരു സംശയം തോന്നാത്തതായ രീതിയിൽ വളരെ യുക്തിഭദ്രമായി ശാസ്ത്രശാഖയെ അവതരിപ്പിച്ചതായ ആചാര്യൻ വ്യാസഭഗവാൻ സർഗവിസർഗാദി ആശ്രയപര്യന്തമുള്ള ദശവിധ ലക്ഷണയുക്തമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തെ നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. സർഗവിസർഗാദി ആശ്രയപര്യന്തമുള്ളതായ ദശവിധ ലക്ഷണയുക്തമായി പറഞ്ഞത് ആശ്രയമാകുന്നതായ പരമ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണം പറഞ്ഞ് നിർദ്ദേശിച്ചു. എങ്ങനെ വേണം ഭാഗവത്തെ പഠിക്കാനായിക്കൊണ്ട് അതിൻ്റെ താല്പര്യം ഉൾക്കൊള്ളണമെങ്കിൽ അതിന് വേണ്ടതായ ഒരു ചട്ടക്കൂട്, ഒരു കുട്ടിയെ കണക്ക് പഠിപ്പിക്കുന്നതായ രീതിയിൽ വഴിക്ക് വഴിയായി നമ്മെ കൈപിടിച്ചുയർത്താൻ പോകുന്നതായ ആചാര്യൻ്റെ കാരുണ്യമാണ് ഇത്രയും യുക്തിഭദ്രമായിട്ട് ലക്ഷണയുക്തമായിട്ട് പരമഹംസ സംഹിത എന്ന പുകൾപെറ്റതായ ശ്രീമദ് ഭാഗവതത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രഥമ ദ്വിതീയ സ്കന്ധങ്ങളെ കൊണ്ട് അതിൻ്റെ ഒരു രംഗസജ്ജീകരണം എന്ന നിലയ്ക്ക് ശ്രോതാക്കളെയും വക്താക്കളെയും അവതരിപ്പിച്ചുവെങ്കിൽ തൃതീയ സ്കന്ധം മുതൽക്ക് സർഗവിസർഗാദി ലക്ഷണങ്ങളെ പറഞ്ഞ് ഓരോ സർഗത്തിനും ഓരോ ലക്ഷണത്തെ പറഞ്ഞ് നിർദ്ദേശിച്ചു. ദ്വാദശ സ്കന്ധത്തിൽ ആശ്രയമെന്നതായ ലക്ഷണത്തെ നിർവഹിച്ചു. ആ ആശ്രയമെന്നതായ ലക്ഷണത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് മറ്റ് 9 ലക്ഷണങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആഭാസച്ച നിരോധച്ച യഥച്ച അദ്യവധീയതേ സ ആശ്രയപരം ബ്രഹ്മ പരമാത്മേനികീയതേ. ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ ആത്മസ്വരൂപിയായിരിക്കുന്നതായ ഭഗവാനാണ്, പരമേശ്വരനായിരിക്കുന്നതായ പ്രഭുവാണ്. എന്തിനും ആശ്രയമായിരിക്കുന്നത് നമ്മൾക്ക് ബാഹ്യദൃഷ്ടിയായി എന്തെല്ലാം ഉണ്ടെങ്കിലും സ്ഥാനമാനാദികളും സന്തതിയും സമ്പത്തും പണവും പദവിയും നമ്മൾക്ക് പ്രാപ്തമായിട്ടെങ്കിലും ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറി മറിഞ്ഞ് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. മാറാതെ എന്നും ഏക ആശ്രയമായിരിക്കുന്നത് ആ പരമ്പൊരുളാണ്. ലോകം മുഴുവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ലോകം മുഴുവൻ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരമാത്മസ്വരൂപിയായ ഭഗവാനിലോട്ട്, ഈ ആശ്രയത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ്. നമ്മൾക്ക് അനുഭവസമ്പന്നന്മാരായ നമ്മളുടെ പൂർവികന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതായ പാഠം, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിന് മുന്നേ ഒരു കാര്യം ഉള്ളിൽ ഓർക്കണം. എന്ത്? വ്യക്തമായൊരു ലക്ഷ്യബോധം ഉള്ളിലുണ്ടാവണം. മാനവജന്മം പാവനമായി തീരണമെങ്കിൽ ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്തായ ലക്ഷ്യം എന്ത്? ആദ്യം ചിന്തിക്കൂ. സായിപ്പന്മാർക്കാവട്ടെ എന്ത് എന്നുള്ളതായി ചിന്തയില്ല, എങ്ങനെ എന്നുള്ളതാണ്. എങ്ങനെയായാലും സുഖലോലുപന്മാരെ കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ലാതെ, ഭോഗലാലസന്മാരെ കാലം കൊല്ലികളെ കഴിച്ചുകൂട്ടുക എന്നുള്ളതല്ലാതെ ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്തായ ലക്ഷ്യമെന്ത് എന്നുള്ളതായ വകതിരിവില്ല. ഒരാൾ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് വണ്ടി കയറി, അടുത്ത ബസ്സിൽ വീണ്ടും ഗുരുവായൂർക്ക് തിരിച്ചു പോന്നു, ഗുരുവായൂരിൽ വീണ്ടും തൃശ്ശൂർക്ക് പോയി, തൃശ്ശൂരിൽ നിന്ന് വീണ്ടും ഗുരുവായൂർക്ക് വന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൃശ്ശൂർ ടു ഗുരുവായൂർ, ഗുരുവായൂർ ടു തൃശ്ശൂർ വന്നും പോയിക്കൊണ്ടിരിക്കുക. എന്താ ഇപ്പം വെറുതെ തൃശ്ശൂർക്ക് പോയല്ലേ? ഒന്നുമില്ല, വെറുതെ പോയിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തു പറയും? അയ്യോ ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നെന്തോ സ്വല്പം പറ്റിപ്പോയി ഇല്ലേ? എന്താ? ഒരു ഉദ്ദേശമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നവൻ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്, നമ്മൾ അംഗീകരിക്കുന്നതാണ്. അതുപോലെ നമ്മളുടെ ജീവിതം സാർത്ഥകമായി തീരണമെങ്കിൽ ഒരു ലക്ഷ്യബോധമുണ്ടാവണം.
ആ ലക്ഷ്യബോധത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് സകല പുരാണ ഇതിഹാസങ്ങളും പ്രവചിച്ചിരിക്കുന്നത്, നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്നത്. വിശിഷ്യ ശ്രീമദ് ഭാഗവതം ജന്മാദ്യസ്യത എന്നുള്ളതായ ആ സൂത്രത്തിൽ തുടങ്ങി, മഹാവാക്യത്തിൽ തുടങ്ങി ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാരണങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്നതായ ആ പരമതത്വത്തെ കാര്യകാരണ ന്യായേണ നിരൂപിച്ച് യാതൊന്നിനാൽ ഈ പ്രപഞ്ചം തോന്നി നിന്നൊടുങ്ങുന്നതും എന്ന് വിചാരമാർഗത്തിലൂടെ നമ്മളെക്കൊണ്ട് ഇരുത്തി ചിന്തിപ്പിച്ച് സത്യത്തെ ബോധിപ്പിച്ചതായ ആ ആചാര്യന്മാരുടെ അരുൾമൊഴികൾ നമ്മളോട് അടിവരയിട്ടങ്ങ് അനുശാസിക്കുന്നത് ഈ മനുഷ്യന്മത്തെ സാർത്ഥകമാക്കി തീർക്കാൻ, ലക്ഷ്യബോധം ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾക്ക് ശ്രീമദ് ഭാഗവതം പോലെ വേറൊന്നില്ല. കരതലാമലകം പോലെ നമ്മൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ദ്വാദശ സ്കന്ധത്തിൽ ആശ്രയം എന്നതായ ലക്ഷണത്തെ വ്യക്തമാക്കുകയാണ്, വിശദീകരിക്കുകയാണ്. തന്നിൽ താനായി വിളങ്ങുന്നതായ ആത്മസ്വരൂപിയായിരിക്കുന്നതായ ഭഗവാനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയാണ്. നിശേഷാത്മാവായിരിക്കുന്നതായ ഭഗവാനിൽ എത്തിച്ചേരണം. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. നിഗമശര സഹസ്രേണ നിർഭാസ്യമാനായിരിക്കുന്നതായ ഭഗവാനിലോട്ട് എത്തിച്ചേരാൻ അനവധി മാർഗങ്ങളുണ്ടെങ്കിലും ഈ കലികാലത്ത് അക്ലിഷ്ട സുന്ദരമായിരിക്കുന്ന സങ്കീർത്തന ഭക്തിയുടെ ആ മാധുര്യത്തെ, മഹത്വത്തെ ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം, ഇത് തന്നാമയിക പ്രാധാന്യം ഭഗവത് നാമത്തിൻ്റെ മാഹാത്മ്യത്തെ പ്രാചുര്യേണ പ്രസ്താവിക്കുന്നതായ സംഹിതയാണെന്ന് നമ്മൾക്ക് അടിവരയിട്ട് അനുശാസിച്ചുകൊണ്ട് ഉപദേശിക്കുന്നതിൽ ദ്വാദശ സ്കന്ധത്തിലെ 13 അധ്യായങ്ങളെ കൊണ്ട് ആശ്രയത്തെ വ്യക്തമാക്കുന്നതിൽ ആദ്യം വരുന്നതായ പ്രകരണമാണ് ഇനി ചിന്തിക്കേണ്ടുന്നതായ വിഷയം, കൽക്കി അവതാരം എന്നുള്ളത്. എണ്ണിയാൽ ഒടുങ്ങാത്തതായ അവതാരങ്ങളെ കൊണ്ടും ആചാര്യവര്യന്മാരെ കൊണ്ടും അനുഗ്രഹീതമായിരിക്കുന്നതായ പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. അന്ത്യപ്രവാചകൻ എന്നുള്ളതായ സങ്കല്പം നമ്മൾക്കില്ല. അവതാരാഹി അസംഖ്യേയാഹ, എണ്ണിയാൽ ഒടുങ്ങാത്തതായ അവതാരങ്ങളാണ് നമ്മൾക്കുള്ളത്. ആ അവതാരങ്ങളിൽ ഇനി ഇന്ന അവതാരങ്ങളെന്നുള്ളതില്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്തിനു വേണ്ടി ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തതായ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? നമ്മളുടെ എല്ലാം സകല ശാസ്ത്രങ്ങളുടെയും അന്തസത്യയായ ആചാര്യന്മാർ നമ്മളോട് വ്യക്തമാക്കി തന്നിരിക്കുന്നത്, നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നതും നാമം ജപിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും പുരാണ ഇതിഹാസങ്ങൾ പഠിക്കുന്നതൊക്കെ ഈശ്വരൻ്റെ സർവാത്മഭാവത്തെ ഉൾക്കൊള്ളാനായിക്കൊണ്ടാണ്. ഈശ്വരൻ എവിടെയിരിക്കുന്നു? ഈശ്വരൻ എവിടെയിരിക്കുന്നു? ഒരു ടീച്ചറ് ക്ലാസ്സിൽ ചെന്ന കുട്ടിയോട് ചോദിച്ചു, കുട്ടി ഈശ്വരൻ എവിടെയിരിക്കുന്നു? കൃത്യമായി പറഞ്ഞാൽ 100 രൂപ തരാമെന്ന്. ഒരു മിടുക്കൻ കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ടീച്ചറെ ഈശ്വരൻ എവിടെയാണ് ഇരിക്കാത്തത്? കൃത്യമായി പറഞ്ഞാൽ 200 രൂപ അങ്ങോട്ട് തരാമെന്ന്. അല്ലേ, ഈശ്വരൻ എവിടെയാണ് ഇരിക്കാത്തത്? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും, പാലിൽ വെണ്ണ പോലെ, പഞ്ചസാരയിൽ മധുരം പോലെ, വാക്കിൽ അർത്ഥം പോലെ, എള്ളിൽ എണ്ണ പോലെ, സകല ജരാചരങ്ങളിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതായി ഈശ്വരൻ്റെ ഉണ്മയെക്കുറിച്ച് നമ്മൾക്ക് ബോധവാന്മായി തീരണം. സർവം വിഷ്ണുമയം ജഗൽ യച്ഛകിഞ്ചിൽ ജഗൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. കണ്ടും കേട്ടും ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈശ്വരൻ്റെ സ്വരൂപമായി പ്രത്യക്ഷ പ്രകട പ്രഭാവമായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കണം. യാതൊന്നു കാൺമതോ നാരായണ പ്രതിമ. കണ്ടും കേട്ടും ഇവിടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം പരമപരമേശ്വരനായിരിക്കുന്നതായി ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ പ്രകാരത്തിൽ പ്രകാശിക്കുന്നത് എന്നുള്ളതായ ആ സർവാത്മഭാവം നമ്മൾക്ക് ഉള്ളിൽ ഉണരണം. അതിനുവേണ്ടി എണ്ണിയാലൊടുങ്ങാത്തതായ അവതാരങ്ങളെക്കുറിച്ചെല്ലാം കീർത്തിച്ചു. ആ അവതാരങ്ങളിൽ സർവേശ്വരനായിരിക്കുന്ന പാലനകർത്താവായിരിക്കുന്നതായ പരമദയാലുവായിരിക്കുന്നതായ ഗുരുവായൂരപ്പൻ്റെ 10 അവതാരങ്ങൾ, ദശാവതാരങ്ങൾ നമുക്ക് കീർത്തിക്കാനുള്ളതായ സൗകര്യാർത്ഥമായിട്ടാവാൻ നമ്മളുടെ പൂർവികന്മാരെ കൂടുതൽ മഹാത്മ്യത്തെ കൊടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ മഹാത്മ്യത്തെ വ്യക്തമാക്കിക്കൊണ്ട് ലോകത്തിനുടങ്ങ് ഉപദേശിച്ചു. അതിൽ 10ാമത്തെ അവതാരമായിട്ടാണ് കൽക്കി അവതാരം. ഓരോ അവതാരങ്ങളും വരുന്നതായ സമയത്ത് അവതാര ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് പാരിൽ പരം കരുണയാൽ അവിടുന്ന് അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ ഈ കൽക്യാവതാരം ഉണ്ടാവാൻ തക്കതായ കാരണമെന്ത്, ഇല്ലെങ്കിൽ കൽക്യാവതാരത്തിൻ്റെ ഉദ്ദേശമെന്ത്, ലക്ഷ്യമെന്ത് എന്നുള്ള വ്യക്തമാക്കുന്നതിനായിക്കൊണ്ട്, അതിൻ്റെ പശ്ചാത്തല രംഗം നമ്മൾക്ക് പകർന്നു തരാനായിക്കൊണ്ട്, നമ്മൾക്ക് അനുഭവപ്പെടുത്താനായിക്കൊണ്ട് കലികാല കെടുതികളെക്കുറിച്ചാണ് ദ്വാദശസ്കന്ധത്തിൽ ആദ്യം വർണ്ണിക്കുന്നത്. ഈ കാലത്തിൻ്റെ കോലാഹലം വർദ്ധിക്കും തോറും, കാലചക്രം തിരിയും തോറും, കാലേന ബലിനാരാജൻ അക്ഷിന്തായുർബലം സ്മൃതി സത്യം ശൗചം ക്ഷമാദയാം. സത്യം
ശൗചം, ക്ഷമ, ദയ മുതലായിരിക്കുന്നതായ സാത്വികമായിരിക്കുന്നതായ എല്ലാ ഗുണങ്ങളും അങ്ങ് കുറഞ്ഞ് 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 വരാനിടയായിത്തീരും. കാലം കലികാലമാണ് എന്ന് ആഴിക്ക് 40 വട്ടമൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യും. കലികാലമാണോ? എന്താ തെളിവ്? വേറെ തെളിവൊന്നും വേണ്ട. സത്യവും ധർമ്മവും ക്ഷമയും ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടോ? ഓരോ നിമിഷം കഴിയുന്തോറും ഈ ക്ഷമ വേണം 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 എന്നൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഓരോ നിമിഷം കഴിയുന്തോറും നമ്മൾക്ക് എന്ത് കൂടി വരും? ദേഷ്യം കൂടി വരും. ക്ഷമയാ രോചരേ ലക്ഷ്മി. ക്ഷമയുള്ള ദിക്കിൽ ക്ഷേമമുണ്ടാവും, ക്ഷമയില്ലാത്ത ദിക്കിൽ ക്ഷാമമുണ്ടാവും. തവണ കേട്ടതാണ്, പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ എത്ര കണ്ട് നമുക്ക് ക്ഷമ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്നതിനേക്കാൾ കൂടുതൽ ചീത്ത കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് വ്യാപരിക്കാനിടയാവുന്നത് എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ആ കലിയുടെ കോലാഹലങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കലികാലം കൂടുതൽ നമ്മൾക്ക് നമ്മുടെ അനുഭവത്തിൽ, ജീവിതത്തിൽ നമ്മെ ബാധിക്കാനിടയായിരിക്കുന്നു. അതിൻ്റെ ഓരോ ലക്ഷണങ്ങളെയും നമ്മൾക്ക് ബോധിക്കാനായിക്കൊണ്ട് കലികാല കെടുതികളെക്കുറിച്ച്, ഭീകരമായിരിക്കുന്നതായ അന്തരീക്ഷത്തെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ച് വ്യാസഭഗവാൻ ഉപദേശിക്കുകയാണ്. വിത്തമേവ കലോനൃണാം ജന്മാചാര ഗുണോദേഹ. ഈ കലികാലത്ത് വിത്തമേവ, പണമാണ് എന്തിനേയും എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിക്കുന്നതായ മുഖ്യവസ്തു. ദീപസ്തംഭം മഹാശര്യം അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എളുപ്പത്തിൽ പഠിക്കുമല്ലോ അല്ലേ? കമഴ്ന്ന് വീണാലും കാൽപ്പടം കൊണ്ടേ എഴുന്നേൽക്കുള്ളൂ. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് എന്തുണ്ടാക്കാൻ എന്താ മാർഗം അല്ലേ? 4 കാശ് കയ്യിലുണ്ടെങ്കിൽ അവൻ മാന്യനായിത്തീരും സമുദായത്തിൽ. ദശയുള്ള ദിക്കിലേ കത്തി കയറുള്ളൂ, പണമുള്ള ദിക്കിലേ ആൾക്കാരെല്ലാം ചെല്ലാനടിയായിത്തീരുള്ളൂ അല്ലേ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആണോ? സംശയിക്കൊന്നും വേണ്ട. അടുത്ത കാലം വരെയൊക്കെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഇങ്ങോട്ട് വടക്കോട്ട് വരുന്തോറും ഒരു വായ്ത്താരിയായിട്ട് പാടുന്നതായ അല്ലെങ്കിൽ പറയുന്നതായ ഒരു കാര്യമുണ്ടല്ലോ. ഗുരുവായൂരപ്പൻ ഈ ഭാർഗവഭൂമിയെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് 3 പ്രകാരത്തിലാണ്. വടക്കൻ കേരളത്തിൽ നിന്ന് അനുഗ്രഹിക്കുകയാണ്, മധ്യ കേരളത്തിൽ പൂർണ്ണത്രയീശൻ ഇരുന്ന് അനുഗ്രഹിക്കുകയാണ്, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തിൽ ഭഗവാൻ കിടന്ന് അനുഗ്രഹിക്കുകയാണ് ശ്രീ പത്മനാഭനായിട്ട്. എന്തുകൊണ്ട് ഭഗവാൻ അവിടെ കിടന്നു? നിന്ന കാലുവാരുമത്രേ. അതുകൊണ്ടാണ് കിടന്നത് എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരംകാരെ ചുമ്മാ അങ്ങ് കളിയാക്കി പറയാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ആ കളിയാക്കുന്നതായ ഭാവമൊക്കെ പോയി. ശ്രീ പത്മനാഭൻ്റെ ആളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദരവ്, ഒരു ബഹുമാനമൊക്കെ കൂടി. ശ്രീ പത്മനാഭൻ അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇന്ന് ശ്രീ പത്മനാഭനോടുള്ളതായ ഭക്തിഭാവം കൂടി. എന്തുകൊണ്ടാണ്? ശ്രീ പത്മനാഭൻ്റെ മഹാനിധി, ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നതായൊരു മഹാനിധി അവിടെ കണ്ടെത്തിയതായ സമയത്ത്, പണ്ട് 200 അർച്ചന നിത്യേന വന്നിരുന്നതായ സ്ഥലത്ത് ഇന്ന് 10,000-ഉം 15,000-ഉം അർച്ചനകളാണ് അത്രേ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ പത്മനാഭൻ അന്നും ഇന്നും ഒരുപോലെയാണ്. പക്ഷേ ഭക്തജനങ്ങളുടെ ഒഴുക്ക് കൂടി, വരുമാനം കൂടി. ഈശാവാസ്യം ഇതം സർവം, ഈ ലോകത്തുള്ളതായ സ്വത്ത് മുഴുവൻ ഈശ്വരനെയാണ്. ഈശ്വരനെ അല്ലാത്തതായിട്ടൊന്നും തന്നെയില്ല. പക്ഷേ ശ്രീ പത്മനാഭസ്വാമിയുടെ മഹാനിധിക്കുള്ളതായ മഹത്വം എന്താ? അവിടെ ശ്രീ പത്മനാഭസ്വാമിയുടെ മഹാനിധി തുറന്നു നോക്കി മൂല്യം നിർണ്ണയിക്കാനെ കൊണ്ട് കോടതി കൽപ്പിച്ചു. മൂല്യം നിർണ്ണയിക്കാൻ പറ്റുന്നതായ ഒന്നാണോ ശ്രീ പത്മനാഭസ്വാമിയുടെ മഹാനിധി? ശ്രീ പത്മനാഭസ്വാമിയുടെ ആ മഹാനിധിക്ക് മഹത്വം കൂട്ടുന്നത് ശ്രീ പത്മനാഭദാസന്മാരായിരിക്കുന്നതായി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആ ഭക്തിയുടെ വൈഭവമാണ്. ഉള്ളത് മുഴുവൻ ഈശ്വരനർപ്പിച്ചതായി 2 രാജവംശങ്ങളെ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുള്ളൂ. ഒന്ന് ഛത്രപതി ശിവജിയും 2 തിരുവിതാംകൂർ രാജാക്കന്മാരും. 1752 ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും ഒരേ സമയത്ത് തിരുവിതാംകൂറിനെ ആക്രമിക്കാനെ കൊണ്ട് വന്നതായ സമയത്ത് ഈ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ കയ്യിൽ മുനയോടിഞ്ഞ കുന്തവും തുരുമ്പിച്ച വാളും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. യുദ്ധത്തിൽ ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിറഞ്ഞ കണ്ണുകളോടുകൂടി ഉടവാളിനെ പൂജിച്ചു വാങ്ങിച്ചു തിരിച്ചു വരില്ല എന്നുള്ളതായ ഭയത്തിലെ ആശങ്കയാൽ പത്മനാഭ കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിച്ച് യുദ്ധത്തിനായി കൊണ്ടുപോയി
ഒരേ സമയത്ത് 3 ശത്രുക്കളോടും പടപൊരുതി 3 ശത്രുക്കളെ ഒരേ സമയത്ത് തോൽപ്പിച്ച് കന്യാകുമാരി മുതൽ പറപ്പൂർ വരെയുള്ളതായ രാജ്യത്തിൻ്റെ അതിർത്തി വലുതാക്കി തിരുവിതാംകൂർ സാമ്രാജ്യത്തെ സ്ഥാപിച്ച് ആ ഉടവാളിനെ തൃപ്പടിയിൽ സമർപ്പിച്ചു. പ്രഭു ജയിച്ചത് അടിയങ്ങളല്ല, അവിടുന്നാണ് ജയിച്ചത്. രാജ്യം അവിടത്തെയാണ്. പിന്നെ അതിനുശേഷം കിരീടം ധരിച്ചിട്ടില്ല. എന്ത് കിട്ടിയാലും ഭഗവാന് വേണ്ടി സമർപ്പിക്കും. കാരണം രാജാവിനുള്ളതാണ്, രാജാവ് ഭഗവാനാണ്. വ്യാപാരികൾ വന്ന് നല്ല രത്നങ്ങളും വേരുകളും എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും എടുത്ത് തങ്ങളുടെ കൊട്ടാരത്തിലോട്ട് പോയിട്ടില്ല. ക്ഷേത്രത്തിൽ പോയി വരികയാണെങ്കിൽ പോലും കാലിലെ പൊടി തട്ടി വീട്ടിനകത്ത് കയറുന്നതായ പാരമ്പര്യമുള്ളതായ പ്രാതസ്മരണീയന്മാരായിരിക്കുന്നതായ ആ മഹാത്മാക്കളെയാണ്, രാജകുടുംബത്തെയാണ് പാൽപ്പായസം ചെമ്പിൽ കൊണ്ടുപോയി ഇല്ലെങ്കിൽ പാൽപ്പായസ പാത്രത്തിൽ കൊണ്ടുപോയി എന്നെല്ലാം എടുത്ത് അവഹേളിക്കുന്നത്. ക്ഷേത്രകുഷ്ഠം പിടിക്കുന്ന ആവിനെന്നുള്ളതല്ലാതെ എന്തു പറയാൻ അങ്ങനെയുള്ളവരെക്കുറിച്ച്. അപ്പോൾ ആ ശ്രീപത്മനാഭസ്വാമിയുടെ സന്നിധിയിലും അപ്പോൾ സാധാരണക്കാരായിരിക്കുന്നതായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് മഹാനിധിയാണ്. വിത്തമേവ കലോ നൃണാം. പണമാണ് എന്തിനും പ്രമാണമായിട്ട് കലികാലത്ത് കാണാനെ കൊണ്ട് ഇടയായിത്തീരുക. ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ഫലമേവഹി. ധർമ്മന്യായ വ്യവസ്ഥയിലൊക്കെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ സത്യത്തിനെയും ധർമ്മത്തിനെയും നീതിയും നോക്കിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ പണ്ട് പലതും പറഞ്ഞു വെച്ചിരുന്നത്, ചെയ്തു വെച്ചിരുന്നത് എങ്കിൽ ഇന്ന് സൂത്രത്തിൽ കാര്യം നേടാൻ പോകുന്നതായ മാർഗങ്ങളെ മുൻവാതിലൂടെ പോയാൽ നടക്കാത്തതായ കാര്യങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാൽ നടക്കും? പിൻവാതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ അനായാസേന നമ്മൾക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. മേശപ്പുറത്തെ ഫയല് നീങ്ങണമെങ്കിൽ, ചുവന്ന നാടയിൽ കുരുങ്ങാതെ നീങ്ങണമെങ്കിൽ മേശയ്ക്കടിയിലൂടെ കാന്തം ചലിക്കും പോലെ ചലിക്കണം. എങ്കിൽ മാത്രമേ ഫയലുകളെല്ലാം നീങ്ങുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, കാലത്തിൻ്റെ കോലമെന്ന് മാത്രമേ ഉള്ളൂ. കാലമാണ്, കലികാലമാണ്. പിന്നെയോ എങ്ങ് നോക്കിക്കഴിഞ്ഞാലും വ്യവഹാര ജീവിതത്തിലെ കാപട്യത്തിൻ്റെ മൂടുപടമണഞ്ഞുകൊണ്ട് വലിയ സ്നേഹവും സൗഹാർദ്ദവും സത്യവും എല്ലാം പറയപ്പെടുന്നുണ്ടെങ്കിലും അഭിനയിക്കപ്പെടുന്നുണ്ടെങ്കിലും ദുഷ്ടലാക്കോടുകൂടി സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നതായ ആൾക്കാരായിരിക്കും ഏറിയ കൂറും. സ്വന്തം കാര്യം എന്തൊരു ഉത്സാഹം ആളെ കണ്ടപ്പോഴേ തോന്നി. കാലം കലികാലമാ അല്ലേ? മടിയിലിരിക്കുന്ന ഭാഗവതാണ് പറയുന്നത് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാലം കലികാലമാണ്. ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗുരുവായൂരപ്പ എന്നെ മട്ടും കാപ്പാത്തപ്പാ, എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. നമ്മളുടെ പൂർവികന്മാർ നമ്മെ പഠിപ്പിച്ചതായ പാരമ്പര്യം ഒന്നും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്തനായാലും വിരോധിയായാലും സർവമാന ജനങ്ങൾക്ക് ഒരുപോലെ സൗഖ്യം ഭവിക്കട്ടെ എന്നുള്ളതായി വിശ്വവിശാലമായിരിക്കുന്നതായ പ്രാർത്ഥന. ലോകാസമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകങ്ങൾക്കും സൗഖ്യം ഭവിക്കട്ടെ എന്നുള്ളതായ വീക്ഷണഗതി നമ്മളുടെ ഭാരതത്തിലേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതായ ആൾക്കാർക്ക് മാത്രം, എനിക്കും എൻ്റെ കുട്ടിക്കും കുടുംബത്തിനും മാത്രം എന്നുള്ളതായ 4 ചട്ടക്കൂടുകൾക്കകത്ത് ചുമരുകൾക്കകത്ത് ഒതുങ്ങിക്കഴിഞ്ഞുകൂടാനല്ല പൂർവ്വന്മാരെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കലി വർദ്ധിക്കും തോറും ഈ സ്വാർത്ഥത ജനഹൃദയങ്ങളിൽ അങ്ങ് കൂടിക്കൂടി അങ്ങ് വരാനിടയായിത്തീരും. ഭാര്യാഭർത്താക്കന്മാരാവട്ടെ ആത്മാർത്ഥമായിരിക്കുന്നതായ സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ സംസ്കാര സംശുദ്ധിയെ കൊണ്ടോ അല്ല അവർ ഭാര്യാഭർത്താക്കന്മാരായി അങ്ങ് ആയിത്തീരാൻ അങ്ങ് ഇടയായിത്തീരുന്നത്. അവരവരുടേതായ സങ്കല്പങ്ങൾക്കനുസരിച്ച് തനിക്ക് വിവാഹം കഴിക്കാൻ പോകുന്നതായ ഒരാൾ ഇന്ന പ്രകാരത്തിലുള്ള ആളാവണം, ഇന്നൊക്കെ യോജിച്ച ആളാവണം, അങ്ങനെ എല്ലാം ഒത്തുവരികയാണെങ്കിൽ എന്നാ നോക്കാം, എന്നാ ആലോചിക്കാം. അങ്ങനെ അവനവൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് ഒരാളെ ജീവിത സഖാവിനെ ഒരു പാർട്ട്ണറെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ അതിൻ്റെ മഹത്തായ ലക്ഷ്യത്തെക്കുറിച്ച് സങ്കല്പത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് ഉണ്ടാവുകയില്ല. നമ്മൾക്ക് ഗൃഹസ്ഥാശ്രമം എന്നാണ് പറയുന്നത്. ആശ്രമം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണം എന്നർത്ഥം. പൂർണ്ണതയെ പ്രാപിക്കാനുള്ളതായ ശ്രമമാണത്. കാമകേളികളാടി ഉള്ളതെല്ലാം പൂർണ്ണനായിരിക്കുന്ന ഈശ്വരനെ ആത്മസ്വരൂപത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ളതായ സാധന അനുഷ്ഠിക്കേണ്ടതിന് വേണ്ടി നമ്മളുടെ പൂർവികന്മാർ നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്നതായ ആചാര അനുഷ്ഠാനങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കാതെ
കേവലം തൻ്റെ സ്വാർത്ഥ സങ്കല്പങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതത്തെ കൊണ്ടു നയിക്കുന്ന രീതിയിലങ്ങ് അതപ്പതിക്കാനിടയായിത്തീരും. വിപ്രത്തെ സൂത്രമേവഹി. നമ്മൾക്ക് 4 ആശ്രമങ്ങളും 4 വർണ്ണങ്ങളും നമ്മുടെ പൂർവികന്മാരെ നമ്മളോട് കൽപ്പിച്ചു. മരീചാതി സൃഷ്ടിയുടെ ആരംഭത്തിക്കൽ മരീചാതി പ്രജാപതിമാരെ നിമിത്തമാക്കിക്കൊണ്ട് പ്രവൃത്തിധർമ്മത്തെയും സനകാദി യോഗീശ്വരന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് നിവൃത്തിധർമ്മത്തെയും ഉപദേശിച്ചു. അല്ല, പ്രവൃത്തിധർമ്മത്തെ വർണ്ണാശ്രമ രൂപേണയാണ് ഓരോരുത്തരും അവരവരുടെ ആശ്രമത്തിനും വർണ്ണത്തിനും അനുസരിച്ച് വേണം ജീവിതത്തെ നയിക്കാനേ കൊണ്ട്. തോന്നിയാൽ തോന്നിയ പോലെ ഉണ്ട് ഉറങ്ങിയും കാലം കൊല്ലികളെ കഴിഞ്ഞുകൂടാൻ ഇടയാവരുത് എന്നുള്ളതുകൊണ്ട് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നീ 4 ആശ്രമങ്ങളും മാനവ ജീവിതത്തെ പാവനമാക്കി തീർക്കാൻ വേണ്ടിയുള്ളതായ കാഴ്ചപ്പാടോടുകൂടിയിട്ട് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചതിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് ഒരു പൂണൂലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണനായിത്തീരുമെന്ന ഭാവത്തിൽ ഇന്ന് ഏറെ കൂറുമൊക്കെ പൂണൂലിട്ട് നടക്കും. യദ്യൽ എൽ ലക്ഷണം പ്രോക്തം മഹാഭാരതത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അതിൻ്റേതായ സംസ്കാര ശുദ്ധി അത് ഉള്ളിൽ പാലിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം സിംഹത്തോലണിഞ്ഞതായൊരു കഴുതിയുണ്ടോ സിംഹമായി തീരുന്നു. അനുകരണം കൊണ്ടൊന്നും നേടാൻ സാധ്യമല്ല, അർഹനാവോ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് മനസ്സിലാക്കാതെ കേവല ബാഹ്യ ലക്ഷണങ്ങളെ കൊണ്ട് ആ അവസ്ഥയ്ക്ക് അർഹതയില്ലാത്തതായ ആൾക്കാരെല്ലാം അത് ആ അർഹത നടിച്ചുകൊണ്ട് നടക്കുന്നതായ ആൾക്കാരായി തീരും ഈ കലികാലത്ത്. ആശ്രമധർമ്മങ്ങളെല്ലാം തന്നെ കാഷായവും ദണ്ഡുമെല്ലാം ഏന്തിക്കഴിഞ്ഞാൽ പരമാംസന്മാരായി എന്നതായ ഭാവത്തിൽ ആ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതായ ആൾക്കാർ അനവധിയായിട്ട് ഈ കലികാലത്തും കാണാനെ കൊണ്ട് സാധിക്കും. നീതിന്യായങ്ങളെല്ലാം നടപ്പാക്കുന്നതായ സമയത്ത് പ്രമാണമായി കൽപ്പിക്കപ്പെടേണ്ടുന്നതായ ദിക്കിൽ എന്താണോ അവർക്ക് ആവശ്യമായിട്ടുള്ളത്, വിധി കൽപ്പിക്കുന്നതായ ജഡ്ജിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ വിധി വളരെ നീതിപൂർവമായി തനിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ തക്കതായ രീതിയിൽ അധപ്പതിച്ചു പോകും ധർമ്മന്യായ വ്യവസ്ഥിതികളെല്ലാം തന്നെ. പാണ്ഡിത്യേ ചാപലം വജഹ. ആരാണ് പണ്ഡിതൻ? പണ്ടുകാലത്ത് പണ്ഡയിൽ രമിക്കുന്നവനാണ് പണ്ഡിതൻ. പണ്ഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിദ്യ എന്നർത്ഥം. പഴനി സുബ്രഹ്മണ്യ സ്വാമിക്ക് പൂജ കഴിക്കുന്നതായ ആൾക്കാരാരാ? അവരെന്താ വിളിക്കുക? പണ്ടാരങ്ങളെന്നാ പറയുക. പഴനി പണ്ടാരം എന്നാ പറയുക. ഇന്ന് നമ്മൾ മലയാളികളാണെങ്കിൽ ദേഷ്യമെന്നാ പ്രയോഗിക്കുന്നൊരു വാക്കാണ്. എന്ത് പണ്ടാരോ ഇത് അല്ലേ? പണ്ടാരോ അല്ല, ഉടനെ പറഞ്ഞു എന്താ മോശം എന്നുള്ള കൂട്ടത്തിലാ. എന്നെ കണ്ടാൽ തോന്നുന്നു അങ്ങനെ പണ്ടാരം എന്നുള്ള കാര്യത്തിൽ അല്ലേ? പണ്ടാരാവാൻ ഭാഗ്യം വേണം. ആരാണ് പണ്ടാരം? പണ്ഡയിൽ രമിക്കുന്നവനാണ് പണ്ടാരം. സുബ്രഹ്മണ്യ സ്വാമി ജ്ഞാനമൂർത്തിയാണ്. അറിവിനും അഴകിനും പേര് 2, കണ്ണനും കന്ദനും. കണ്ണനും കന്ദനും അഴകും അറിവും ചേർന്നിരിക്കുന്ന ആൾക്കാരാണ്. സുബ്രഹ്മണ്യൻ ജ്ഞാനസ്വരൂപനാണ്. എന്തിനേയും യോജിപ്പിക്കുന്ന ആളാണ് സ്കന്ദൻ. ജ്ഞാനസ്വരൂപനായിരിക്കുന്നതായ ഭഗവാനെ പൂജിക്കുന്നതായ ആത്മാരാമന്മാരായിരിക്കുന്ന ആൾക്കാരാണ്. പരമത്യാഗികളാണ്, വിരക്തന്മാരായിരിക്കുന്നതായ ആൾക്കാരാണ്. ആ ആത്മജ്ഞാനത്തിൻ്റേതായ ഒരു കണിക പോലും തൊട്ടുപൊളിക്കാനില്ലാതെ 4 വാചകസർത്തുണ്ടെങ്കിൽ എന്തു ആവാമെന്ന രീതിയിൽ പണ്ഡിതന്മാരായി പരക്കെ അംഗീകരിക്കപ്പെടുന്നതായ ആൾക്കാരായി തീരും ഈ കലികാലത്ത്. ബാഹ്യ ലക്ഷണങ്ങളെ കൊണ്ടൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്തതായ രീതിയിൽ എല്ലാവരും സാധുക്കളാണെന്ന് അഭിനയിച്ചുകൊണ്ട് അഥവാ നടിച്ചുകൊണ്ട് വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നതായ ആൾക്കാർ കൂടുതലായിട്ടും ഈ കലികാലത്തുണ്ടാവും. സാധാരണ ആളൊരു സാധു കേട്ടോ. നമ്മൾ പറയും അന്നദാനം കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണം? അന്നദാനം സാധുക്കൾക്ക്, സാധു അന്നദാനം എന്ന് പറയും. ആരാ സാധു? ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തതായ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പടി കണ്ട് കഴിയുന്നതായ ഒരാളെയല്ല സാധു എന്ന് പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തെ സാധിച്ചവനാണ് സാധു എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ കയ്യിൽ കാശില്ലാത്തവൻ സാധു, അവൻ സാധുവാ, അതുകൊണ്ട് അവന് കൊടുക്കാൻ, സാധുക്കൾക്ക് കൊടുക്കാൻ. സാധുക്കളെ മാനിക്കുന്നതാണ് നമ്മളുടെ സംസ്കാരം. പക്ഷേ ധർമ്മത്തെ സാധിച്ചവനാണ് സാധു എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാത്ത രീതിയിൽ അങ്ങ് ആയിത്തീരും.
പിന്നെ മക്കളുടെ കല്യാണവും മരുമക്കളുടെ കല്യാണവും എല്ലാം നടത്തുന്നതിൽ അന്യോന്യ സ്വീകാര്യം മാത്രമായി തീരും അതിൻ്റെ പ്രമാണം എന്നുള്ളത്, വ്യവസ്ഥ എന്നുള്ളത്. എൻ്റെ കുട്ടി അങ്ങോട്ട് കൊടുക്കുക, പകരം ഇങ്ങോട്ടെടുക്കുക, ഇത്ര തന്നാൽ ഇന്നയൊക്കെ ആവാം എന്ന് പറഞ്ഞ് വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലേ. ഇപ്പം നിയമം കൊണ്ട് പലതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായിട്ട് നടക്കുന്നതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 108 പവനും 41 കാറും ഇല്ലേ, എന്തൊക്കെ തന്നു കഴിഞ്ഞാൽ നടത്താം എന്ന് പറഞ്ഞ് പരസ്യമായിട്ടൊന്നുമില്ല നിയമത്തെ പേടിച്ചുകൊണ്ട്, പക്ഷേ രഹസ്യമായിട്ട് ഞങ്ങൾ കോംപ്ലിമെൻ്റായി സമ്മാനമായി കൊടുക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് പല പ്രകാരത്തിൽ എത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിച്ച് കഴിയുന്നത് ഇല്ലേ. കച്ചവട മനസ്ഥിതിയോടുകൂടി അങ്ങ് അതപ്പതിച്ച് പോയിരിക്കുകയാണ്. ഈ നല്ല ദാമ്പത്യം വേണമെന്നുള്ളതായ ആൾക്കാർ ആരെയാണത്ര ഭജിക്കേണ്ടത്? ഓരോ കാര്യസാധ്യത്തിനെ കൊണ്ട് ഓരോ ദേവന്മാരെ ഭജിക്കാനെ കൊണ്ട് നമ്മുടെ പൂർവ്വന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ദാമ്പത്യാർത്ഥ ഉമാംസതിയും പാർവതി പരമേശ്വരന്മാരെയാണ് ഭജിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാർവതി പരമേശ്വരന്മാരെ ഭജിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഭാര്യ പാർവതിയെ പോലെ ആവണം, ഭർത്താവ് മഹാദേവനെ പോലെ ആവണം. ഓഹോ, എന്നാൽ പിന്നെ നാളെ മഹാദേവനെ പോലെ ആവണം എന്നല്ലേ പറഞ്ഞ് ശ്മശാനത്തിൽ പോയി ഉടുതുണിയില്ലാതെ ഇരിക്കാം അല്ലേ. എന്താ പറഞ്ഞൊരു താല്പര്യം? നമ്മൾ ശിവപുരാണം എല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം. പാർവതീദേവി എന്തുമാത്രം തപസ് അനുഷ്ഠിച്ചിട്ടാണ് മഹാദേവനെ പ്രാപിക്കാനായി കൊണ്ട് മഹാദേവനെ നേടാനിടയായി തീർന്നത്. ദേവിക്ക് അപർണ എന്ന നാമം തന്നെ കിട്ടുവാനുള്ളൊരു കാരണം ഇല പോലും ഉപേക്ഷിച്ച്, പർണങ്ങളെപ്പോലും ഉപേക്ഷിച്ച് തപസ് ചെയ്തുകൊണ്ടാണ് ദേവിക്ക് അപർണ എന്ന നാമം കിട്ടിയത് എന്നാണ്. തൻ്റെ ഭർത്താവിനെ ഈശ്വരബുദ്ധിയാ കാണാൻ തക്കതായ ഒരു പരിശുദ്ധമായിരിക്കുന്നതായ ഒരു കാഴ്ചപ്പാട്. മഹാദേവനാവട്ടെ ദേവിയെ കിട്ടാനെ കൊണ്ട് പല പ്രകാരത്തിൽ വേഷം കെട്ടി വടുവിൻ്റെ രൂപത്തിൽ വന്ന്, ഹിമവാൻ്റെ പുത്രിയാണല്ലോ ഹേമവതി, പർവ്വതരാജകുമാരിയാണല്ലോ പാർവതി, ഹിമവാൻ്റെ സന്നിധിയിൽ വന്ന് ദേവിയെ ഭിക്ഷയായി ചോദിക്കുന്നതായ ദിവ്യലീലകളെല്ലാം വളരെ ഹൃദയസ്പൃക്കായ ഭാവത്തിലും ഭാഷയിലും അവതരിപ്പിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര ആദരവോടുകൂടിയിട്ട് പവിത്രമായ ചിന്തയോടുകൂടിയിട്ട് ജഗത്തിൻ്റെ മാതൃകാ പുരുഷന്മാരായി അച്ഛനും അമ്മയായിരിക്കുന്നതായ പാർവതി പരമേശ്വരന്മാരെ പോലെ ആയിത്തീരണം എന്നുള്ളത് കൊണ്ടാണ് ദാമ്പത്യാർത്ഥ ഉമാംസതിയും ദാമ്പത്യത്തിന് പാർവതി പരമേശ്വരന്മാരെ ഭജിക്കണമെന്ന് പറയുന്നത്. അതെല്ലാം കളഞ്ഞു കുളിച്ച് കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ വേണം, ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും എന്ന രീതിയിലങ്ങ് അതപ്പതിച്ചു പോകുമെന്ന് പറയാണ്. സ്നാനമേവ പ്രസാദനം. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിക്കും. എന്തിനാ? ശരീരത്തിലെ അഴുക്ക് കഴുകി കളയാൻ എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വേറൊരു സങ്കല്പമില്ല. നമ്മളുടെ പൂർവികന്മാർ നമ്മളോട് പറഞ്ഞത്, ഒരു ഹിന്ദു ആണെങ്കിൽ രാവിലെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് കുറുയിട്ട് അവനവൻ്റേതായിരിക്കുന്നതായി സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഈശ്വര ഭജനമെല്ലാം വിധിപ്രകാരം അങ്ങ് ചെയ്തിരിക്കണം. ഭഗവാന്റെ ദിനചര്യയെക്കുറിച്ചെല്ലാം ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഭഗവാൻ ദിനചര്യ വർണ്ണിച്ചിരിക്കുന്നു? ജീവിതത്തിലൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവണം. തോന്നിയ പോലെ അങ്ങ് ആയിത്തീരാൻ ഇടയാവരുത്. രാവിലെ കോഴി കൂവുന്ന നേരത്തെ ഭഗവാൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ അങ്ങ് എഴുന്നേറ്റ് നമ്മളുടെ സ്നാനാദി കർമ്മങ്ങളെല്ലാം കഴിച്ച് സന്ധ്യാവന്ദനാദി, ഭഗവാനാണെങ്കിൽ കണ്ണശോക സമ്പ്രദായ പ്രകാരമുള്ളതായ സന്ധ്യാവന്ദനാദി കർമ്മങ്ങളാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുളിക്കുകയാണെങ്കിൽ അത് ദേവന്മാരുടെ കുളിയാണത്രേ. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു 6 മണിക്ക് കുളിക്കുകയാണെങ്കിൽ അത് മനുഷ്യന്മാരുടെ കുളിയാത്രേ. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു നാഴികയ്ക്കുള്ളിൽ കുളിക്കുകയാണെങ്കിൽ അത് അസുരന്മാരുടെ കുളിയാണത്രേ. സൂര്യൻ ഉദിച്ച് 2 നാഴിക കഴിഞ്ഞ് കുളിക്കുകയാണെങ്കിൽ അത് രാക്ഷസന്മാരുടെ കുളിയാണത്രേ. ഇനി നിശ്ചയിച്ചോളൂ ഓരോരുത്തരും എന്ത് കുളിയാണെന്നുള്ളത് അല്ലേ. ഇന്ന് വീടുകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ കൂടുതലും രാക്ഷസന്മാരായിരിക്കും. സൂര്യൻ എവിടെയാണ് ഒരുക്കുക വെച്ചാൽ കുട്ടികൾക്ക് അറിയില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രപഞ്ചം മുഴുവൻ ഉയരുന്നതായ ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീര മനോബുദ്ധ്യാദികളാകുന്നതായ ഉപാധികളെയെല്ലാം വേണ്ട രീതിയിൽ കൊണ്ടു നടത്താൻ തക്കതായ ഊർജ്ജസ്വലതയും ഉന്മേഷവും നമ്മൾക്ക് ഉള്ളിൽ ഉണരുമെന്നുള്ളതായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചത്. ഇത് അതൊന്നുമില്ലാതെ തോന്നിയ സമയത്ത് എഴുന്നേൽക്കും, തോന്നിയ സമയത്ത് പോയി കുളിക്കും. ശരീരത്തിലെ അഴുക്ക് കഴുകി കളയൽ മാത്രമല്ല കുളിയുടെ ഉദ്ദേശം,
മാനസികമായിരിക്കുന്നതായ ഒരു വികാസം കൂടി ഉണ്ടാവണം. ഒരു വിത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും, അത് വളരെ ഉയരും. വികാസമാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും പഠിപ്പിക്കുന്നതായി പാഠം. ആ വികാസം 2 തരത്തിലുണ്ട്, ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും. മാനസികമായിരിക്കുന്നതായൊരു വികാസമാണ് ആവശ്യമായിട്ട് ഉണ്ടാവേണ്ടത്. നമ്മളുടെ പൂർവികന്മാർ എത്ര കഥകളിലൂടെയാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അസതോമാ സദ്ഗമയ എന്ന മഹാമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി ആദികവിയായി വാൽമീകി മഹർഷി ആദർശ പുരുഷനായ ശ്രീരാമചന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തതായ ധർമ്മേതിഹാസമാണ് രാമായണം. അസതോമാ സദ്ഗമയ എന്ന മഹാമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി ഒരു കുടുംബത്തിൽ ധർമ്മച്യുതി വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രകാരത്തിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കാൻ ഇടയാവുമെന്ന് കുരുപാണ്ഡവന്മാരുടെ കഥയെ ഉദാഹരിച്ചുകൊണ്ട് വ്യാസഭഗവാൻ ചെയ്തതായ ധർമ്മോപദേശമാണ് മഹാഭാരതം. ആനകുത്തിയാലും ഇളകാത്തതായ പ്രൗഢ തത്വചിന്തയാണ് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ മാനിനെ കണ്ടാൽ മനമിളകുന്നതായ മഹത്വത്തോടുകൂടി കിളിയും കൂടി കളിയാടി മതിക്കവേ ഇരതേടിയ കാട്ടാളൻ ഇണയെ കൊന്ന് വീഴ്ത്തിയതിൻ്റെ പരിണിത ഫലമായിട്ട് പരിണിതപ്രജ്ഞനായിരിക്കുന്നതായ ആ വാൽമീകി മഹർഷി നമ്മൾക്ക് പകർന്നു തന്നതായ ധർമ്മേതിഹാസമാണ് രാമായണം. ഒന്ന് മാനസികമായിരിക്കുന്നതായ വികാസത്തെ ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉപദേശിക്കപ്പെട്ടതെങ്കിൽ ഒന്ന് ബൗദ്ധികമായിരിക്കുന്നതായ വികാസത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഉപദേശിക്കപ്പെട്ടതാണെന്ന് കാണാൻ സാധിക്കും. ഇന്ന് കുരുപാണ്ഡവന്മാരുടെ കഥയേക്കാൾ മഹാഭാരത കഥകളേക്കാൾ കൂടുതൽ ജനഹൃദയങ്ങളിൽ വേരൂന്നിയിരിക്കുന്നത്, ജനങ്ങളെന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് രാമായണമാണ്. രാമായണത്തിനെ കൊണ്ട് ഒരു മാസം തന്നെ നമ്മൾ മാറ്റിവെക്കും അല്ലേ? രാമായണം കേൾക്കാത്ത വായിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. തുഞ്ചൻ്റെ തത്ത ചെഞ്ചുണ്ടി വിടർത്തി പാടിയതായ രാമായണത്തിൻ്റെ രാമനാമത്തിൻ്റെ ശീലുകൾ കേട്ടുണർന്നതായ ഭാർഗവ ഭൂമിയാണ് കേരളം. അതേസമയത്ത് മഹാഭാരതം നമ്മൾ വായിക്കാറുണ്ടോ? മഹാഭാരതത്തിന് വേണ്ടി ഒരു മാസം മാറ്റി വെച്ചിട്ടുണ്ടോ? രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മൾക്ക് അറിയാത്തതായ കേട്ടറിവില്ലാത്തതായ കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഭാരതത്തിലെ അനവധി കഥാപാത്രങ്ങൾ ഇന്നും നമ്മൾക്ക് പലർക്കും അജ്ഞമാണ്. അപ്പോൾ മാനസികമായിരിക്കുന്നതായ വികാസമാണ് ആത്യന്തിക ലക്ഷ്യം. അതൊന്നും മനസ്സിലാക്കാതെ കേവല ചടങ്ങ് മാത്രമായി തീരും നമ്മളെ നിത്യാനുഷ്ഠാനങ്ങളൊക്കെ. ദൂരെ വാര്യയനം തീർത്ഥം, പുണ്യതീർത്ഥങ്ങൾ. നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു മഹിമ തന്നെ ഒരുപാട് പുണ്യസങ്കേതങ്ങൾ, തപസ്സിൽ നിന്ന് ഉണർന്നതായിരിക്കുന്നതായ തപസ്ഥലികളായി മഹാത്മാക്കളുടെ പാദമാംസുക്കളാൽ പരമപവിത്രമായ പുണ്യസങ്കേതങ്ങൾ അനവധിയുണ്ട്. മഹാത്മാക്കളുടെ തപസ് കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്നതായ സ്ഥലങ്ങളിൽ ആ ഈശ്വരീയമായിരിക്കുന്നതായ സാന്നിധ്യം ചൈതന്യം എളുപ്പത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഭാഗവതത്തിൽ തന്നെ സർവേശ്വരനായിരിക്കുന്നതായ ഭഗവാൻ തിരുവതാരം ചെയ്തത് എവിടെയാണ്? മധുരാപുരിയിലാണ്. മധുരാ ഭഗവാന്യത്ര നിത്യം സന്നിഹിതോ ഹരിഹി. എന്തുകൊണ്ട് ഭഗവാൻ മധുരയിൽ അവതരിച്ചു? മധുരയിൽ ഭഗവാന്റെ നിത്യസാന്നിധ്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം മധുരയിൽ ഭഗവാന്റെ നിത്യസാന്നിധ്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലില്ലേ? വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിക്രമണാൽ വിഷ്ണു എന്നല്ലേ പറയുന്നത് എന്നാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ മഹാത്മാക്കളുടെ തപസ്സിൻ്റെ ഫലമായിട്ട് അത് എളുപ്പത്തിൽ അങ്ങ് അനുഭവിക്കാനും കൊണ്ട് സാധിക്കും. രാവണൻ്റെ ബാത്റൂമിൽ മുഴുവൻ നല്ല ചന്ദ്രകാന്ത കല്ല് പതിച്ചു വെച്ചിട്ടുണ്ട് അത്രേ. നിങ്ങൾ രാവണൻ്റെ ബാത്റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി പോകുമ്പോൾ നോക്കിയാൽ മതി. ലങ്കയിൽ പോകുന്ന സമയത്ത് അവിടെ രാവണന് കുളിക്കാറായെന്ന് കണ്ടു കഴിഞ്ഞാൽ രാവണൻ ഇങ്ങനെ മേലോട്ട് നോക്കും. അന്നേരം ചന്ദ്രൻ ഉദിച്ചുയരും. ചന്ദ്രകിരണങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ ചന്ദ്രകാന്ത കല്ലിൽ നിന്നും അമൃത സമാനമായിരിക്കുന്നതായി കുളിർജിലും അങ്ങ് പൊഴിച്ചു തുടങ്ങും. കാരണം പണ്ട് ഈ ഷവർ ബാത്തൊന്നും ഇല്ലാത്തതുകൊണ്ടേ കുളിക്കാനുള്ളൊരു ഉപായം രാവണൻ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഈ ഒറ്റ തലേനെ ഉണ്ടായിട്ട് തന്നെ കുളിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഇത് 10 തലേനെ കുളിക്കാൻ എന്ത് മാത്രം ബുദ്ധിമുട്ടി കാണണം. അതിനൊരു സൂത്രപ്പണി ചെയ്തു എന്നാണ്. ഈ ചന്ദ്രരശ്മി എല്ലാ ദിക്കിലും വ്യാപിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിക്കിൽ നിന്നും അമൃത സമാനമായ കുളിർജലം വീഴുന്നില്ല. ചന്ദ്രകാന്ത കല്ല് തട്ടിയാൽ മാത്രമേ ഉള്ളൂ. ഈശ്വര സാന്നിധ്യം എല്ലാ ദിക്കിലും ഉണ്ടെങ്കിലും എല്ലാ ദിക്കിലും നമ്മൾക്കത് അനുഭവിക്കാൻ കൂടെ സാധിക്കുന്നില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മഹാത്മാക്കളുടെ തപസ് കൊണ്ട് ഉണർന്നതായ പുണ്യഭൂമിയിൽ അത് അനായാസനെ അനുഭവിക്കാനും കൊണ്ട് സാധിക്കും. പരമഭാഗവതനായ ധ്രുവൻ തപസ്സിരുന്നതായ സ്ഥലമായതുകൊണ്ടും പരമഭാഗവതനായ അംബരീഷൻ ദ്വാദശീവ്രതം എടുത്തതായ സ്ഥലമായതുകൊണ്ടും വിശ്വാമിത്രൻ്റെ പുത്രനായിരിക്കുന്നതായ മധുഛന്ദസ് തപസ്സനുഷ്ഠിച്ചതായ സ്ഥലമായതുകൊണ്ടും ഭഗവാൻ നിത്യസാന്നിധ്യം കുടികൊള്ളുന്നതായ പുണ്യഭൂമിയാണ് മധുരാപുരി എന്നുള്ളതുകൊണ്ടാണ് ഭഗവാൻ മധുരയിൽ അവതരിച്ചത് എന്ന് പറയുക. അങ്ങനെ മഹാത്മാക്കളെ തപസ്സിരുന്ന് ഉണർന്നതായിരിക്കുന്നതായ ഒരുപാട് സങ്കേതങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്.
നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ തപസ്സിൽ പടുത്തുയർത്തിയതാണ് എന്നുള്ളതായ പരമാർത്ഥം നമ്മൾക്ക് ബോധിക്കാനും കൊണ്ട് സാധിക്കും. കേവല കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചതായ കുറേ കെട്ടിട സമുച്ചയങ്ങളല്ല നമ്മുടെ ക്ഷേത്രങ്ങൾ. ഇത്രമാത്രം ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിരിക്കുന്നതായ ഒരു രാജ്യം നമ്മുടെ ഭാരതം പോലെ വേറൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കാലമെത്ര കടന്നു ചെന്നു കഴിഞ്ഞാലും കാലത്തിൻ്റെ കേവിലുകൾക്ക് മാറ്റാൻ പറ്റാതെ മറയ്ക്കാൻ പറ്റാതെ ചിരപുരാതനമെങ്കിലും നിത്യനൂതനമായി നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായ കാഴ്ച നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ? എന്തുകൊണ്ട്? അതാണ് അവിടുത്തെ തപപ്രഭാവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ സങ്കേതങ്ങൾ ധാരാളമുണ്ടെങ്കിലും അടുത്തുള്ളതിൻ്റെ മഹിമ ആരും അറിയില്ല. ദൂരെ വാര്യയനം തീർത്ഥം. രാമേശ്വരത്തിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും കാശിയിൽ പോയാലേ ഗംഗാസ്നാനം ചെയ്താലേ സുഖമുള്ളൂ എന്ന്. കാശിയിലുള്ള ആൾക്കാർ വിചാരിക്കും രാമേശ്വരത്ത് പോയാലേ സുഖം കിട്ടുള്ളൂ എന്ന്. ജഗൽഗുരു ശങ്കരാചാര്യസ്വാമി തൃപ്പാദങ്ങൾ വേദമാതാവായ ഗായത്രിക്ക് എന്തുമാത്രം വിശുദ്ധിയും വിശാലതയുമുണ്ടോ അതുപോലെ വിശുദ്ധമായിരിക്കുന്നതായ ഒരു തിരുനാമമാണ് ജഗൽഗുരു ശങ്കരാചാര്യസ്വാമികളെ എന്നുള്ളത്. ജഗൽഗുരു ശങ്കരാചാര്യസ്വാമികളെ 8ാമത്തെ വയസ്സിൽ സർവസംഘ പരിത്യാഗിയായി ആത്മാന്വേഷിയായി ചെന്ന് ഓങ്കാരകുണ്ടത്തിൽ നർമ്മദാ നദിക്കരയിലെ ഓങ്കാരകുണ്ടത്തിൽ ഗുഹയ്ക്കകത്ത് തപസ്സരിക്കുന്നതായ ഗോവിന്ദാചാര്യ കാൽക്കീഴിലിരുന്ന് 8 വർഷം കൊണ്ട് പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് എഴുതാനുള്ള പ്രകരണങ്ങളെല്ലാം എഴുതി പിന്നീടുള്ളതായി 16 വർഷം ഭാരതം മുഴുവൻ കാൽനടയായി ചുറ്റി സഞ്ചരിച്ച് സനാതനധർമ്മത്തിൻ്റെ സങ്കേതങ്ങളായിരിക്കുന്നതായി സ്ഥിരാകേന്ദ്രങ്ങളായിരിക്കുന്നതായ ക്ഷേത്ര സങ്കേതങ്ങളെല്ലാം അവിടുന്ന് പുനരുദ്ധരിച്ചു. ആത്മീയതയുടെ പരമകേദാരമെന്ന് വാഴ്ത്തപ്പെടുന്നതായ കേദാരത്തിൽ ചെന്ന് കർണാടകയിലെ ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ടതായ ആൾക്കാർ പൂജ കഴിക്കണമെന്ന് എഴുതി വെച്ചു. പരമഭാഗവതന്മാരുടെ പരമാധാരമായിരിക്കുന്നതായ ബദരികാശ്രമത്തിൽ ചെന്ന് ഭാർഗവ ഭൂമിയിലെ കേരളത്തിലെ ഒരാളെ പൂജ കഴിക്കണമെന്ന് നിശ്ചയിച്ചു വെച്ചു. ആത്മീയതയുടെ പ്രഭവ കേന്ദ്രങ്ങളായി ഭാരതത്തിൻ്റെ 4 കോണുകളിലായി മഹാത്മാക്കൾ എന്നും വാഴ്ത്തുന്നതായ ചതുർധാമങ്ങളിലെ ഏറ്റവും തെക്കേറ്റത്തുള്ളതായ രാമേശ്വരത്ത് കാശിയിലെ ഒരു പണ്ഡിറ്റ് പൂജ കഴിക്കണമെന്ന് നിശ്ചയിച്ചു. മോക്ഷപുരി ആയിരിക്കുന്നതായ കാശിയിലെ മഹാദേവൻ വിശ്വനാഥൻ ഇന്ന് നിത്യം അധിവസിക്കുന്നതായ ആ വാരണാസിയിൽ രാമേശ്വരത്ത് ഒരു ശാസ്ത്രികൾ വേണം പൂജ കഴിക്കാമെന്ന് നിശ്ചയിച്ചു വെച്ചു. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ ഇന്ന് ആൾക്കാർ പറയപ്പെടുന്നതായ സംഗതിയെല്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ തന്നെ ആചാര്യസ്വാമികൾ ചെയ്തു വെച്ചതായ ദീർഘവീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകമെന്നും കൈകൂപ്പും ആചാര്യപാദ പാംസുകളിൽ. എന്താ മനുഷ്യ മനസ്സിൻ്റേതായ ഒരു വൈകല്യത്തെ അവിടെ കാണിച്ചു തരികയാണ്. അടുത്തുള്ളതിൻ്റെ മഹിമ ആരും അറിയില്ല, ദൂരത്തുള്ളതിന് എപ്പോഴും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കാൻ ഇടയെത്തിയിരിക. ഭഗവാൻ രമണ മഹർഷിയോട് നമ്മൾക്ക് ഏത് ആചാര്യന്മാരെക്കുറിച്ചും 2 അഭിപ്രായം പറയുന്ന ആൾക്കാരെ എല്ലാ കാലത്തും എല്ലാ ലോകത്തിലും കാണാനായിട്ട് സാധിക്കും. പക്ഷെ ആർക്കും 2 അഭിപ്രായവും ഇല്ലാത്തതായ ഒരു മഹാത്മാവാണ് ഭഗവാൻ രമണ മഹർഷി. സ്ഥിരപ്രജ്ഞസക ഭാഷ എന്ന ചോദ്യത്തിന് ഉത്തരമായി നമ്മൾക്ക് വ്യക്തമായി എടുത്തു പറയാൻ പറ്റുന്നതായ ഒരു മൂർത്തിമൽ ഭാവമായിരുന്നു ഭഗവാൻ രമണ മഹർഷി. ഭഗവാൻ രമണ മഹർഷി ബ്രഹ്മാനന്ദനായി തിരുവണ്ണാമലയിൽ വിരാജിക്കുന്നതായ സമയത്ത് ഭക്തന്മാർ ചെന്ന് പറഞ്ഞു മഹർഷിയോട് നമ്മൾക്ക് കൈലാസത്തിലോട്ട് പോകാമെന്ന്. അരുണാചലേശ്വര ഭക്തനായിരിക്കുന്നതായി രമണ മഹർഷിക്ക് അത് കൂടുതൽ സന്തോഷകരമായി തീരുമെന്ന് കരുതിയിട്ടാണ് ശിഷ്യന്മാരും ഭക്തന്മാരും പറഞ്ഞത് നമ്മൾക്ക് കൈലാസത്തിലോട്ട് പോവാമെന്ന്. ഏതൊരു ഹിന്ദുവിൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ് കാശി വിശ്വനാഥനെയും കൈലാസത്തെയും എല്ലാം ഒന്ന് ദർശിക്കാനെക്കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. ആ ഭക്തന്മാരെ സ്നേഹപൂർവ്വമുള്ളതായ നിർബന്ധം കേട്ടതായ സമയത്ത് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ചിന്തിക്കാൻ ഇട കൊടുക്കാതെ ഭഗവാൻ രമണ മഹർഷി എന്ന് അരുളി ചെയ്തു, എങ്കേയും പോക വേണ്ട, ഇங்கே ഉള്ളതല്ല അങ്ങേ ഇരിക്കുക, അങ്ങേ ഉള്ളതല്ല ഇங்கே ഇരിക്കുക എന്ന്. എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ളതല്ല അവിടെയുണ്ട്, അവിടെയുള്ളതെല്ലാം ഇവിടെയുണ്ട് എന്ന്. പക്ഷേ അല്പജ്ഞാനികളായിരിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ദിക്കുകളിൽ മാത്രമേ ഈ പരിശുദ്ധിയെ കാണാനായിട്ട് സാധിക്കും. കലികാലം കൂടി വരുന്തോറും അടുത്തുള്ളതിൻ്റെ മഹിമ അറിയാത്തതായ ആൾക്കാരായിരിക്കും. സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം. അടുത്തിരിക്കുന്നതിനോടൊരു അനാദരവുണ്ടാവുക അത് കൂടിക്കൂടി വരുമെന്നാണ്. ലാവണ്യം കേശധാരണം. പിന്നെ മുടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ അത് സൗന്ദര്യമാണെന്ന് കരുതി മുടിയൊക്കെ നീട്ടി വളർത്തും അല്ലേ. മുടി നീട്ടി വളർത്തി നടക്കുന്നതെന്ന് കഴിഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പ്രയാസം. ഇനി എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക?
വയസ്സ് 90 ഇല്ലേ, ചായം തേച്ച വിബ്ജിയോറ് തലയിൽ വിരിഞ്ഞ പോലെ എനിക്ക് എന്നും 16 സ്വാമി, ഒരു കുഴപ്പമില്ല, ഒന്നുപോലും വെളുത്തിട്ടില്ല ഇല്ലേ. ഒരു 50 വയസ്സൊക്കെ ആയി, തലയൊക്കെ നരച്ചൊന്ന് വിചാരിക്കുക, ഭാഗ്യമായി കരുതിക്കോളൂ. മുത്തശ്ശി പാവം മുത്തശ്ശി ഇരുന്നോട്ടെ എന്ന് കരുതി സീറ്റ് തരും, ആരും എഴുന്നേറ്റ് തരും. ഇതങ്ങനെയല്ല. നരച്ചുരോമം കവൾ വാർന്ന് ചൊങ്ങി കൊഴിഞ്ഞു ദന്തമ്മിഴി കൊണ്ടിലായി നടന്നു പോവാൻ വടികുത്തി വേണം. തലയാണെങ്കിൽ വെഞ്ചാമരം പോലെ ആയിട്ടുണ്ടാവും. കവിൾ വാർന്ന് ചൊങ്ങി, കവിളക്കാകെ ഒട്ടിപ്പോയി. പണ്ട് എങ്ങനെയുണ്ടായിരുന്നതാ? ആപ്പിൾ പഴം പോലെ ഇരുന്നതാ. കൊഴിഞ്ഞു ദന്തം, പല്ലുകൾ ഓരോന്നോരോന്നായിട്ട് യാത്ര പറഞ്ഞ് ഞാൻ പോകണം കേട്ടോ, നിങ്ങൾ പതുക്കെ വരുമോ എന്ന ഭാവത്തിൽ. ദന്തം പോയാൽ ചന്തം പോയി എന്ന് പറയും. ഓരോന്നോരോന്നായി പോയി. മിഴി കൊണ്ടിലായി, കണ്ണുകളാണെങ്കിൽ പൊട്ടക്കിണറുകളെ പോലെ ഉള്ളിലേക്കായി പോയി. എന്നാലൊരു വിരക്തഭാവം ഉണ്ടാവില്ല. കേശാലങ്കരണം പ്രധാനമാണ് എന്ന് പറഞ്ഞ് മുടി വിൽക്കുന്ന ആൾക്കാരായി തീരും. ഇന്ന് തിരുപ്പതിയിൽ തന്നെ അവിടെ ശിരോമുണ്ഡനം ചെയ്യുന്നതായ ഭക്തന്മാരുടെ മുടി ലേലത്തിന് വിറ്റിട്ട് 19 കോടി രൂപ വരുമാനം ഉണ്ടായി എന്നെല്ലാം പത്രത്തിൽ കണ്ടു. ഈ കൊണ്ടുപോകുന്ന മുടിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? തൊപ്പി പോലെയൊക്കെ ഉണ്ടാക്കി ഇല്ലേ, അമ്മമാർ തലയിലൊന്നും വയ്ക്കില്ലേ, കൊണ്ടാന്നോ എന്താ പറയുക, ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്തൊരു കേശവർദ്ധിനി ഇല്ലേ, രമ്യകവർദ്ധിനി എന്നെല്ലാം അങ്ങ് ദേവിയെ വാഴ്ത്തുന്ന പോലെ. പുരുഷന്മാർക്ക് അജാന ബാഹുവാണ് അവരുടെ ലക്ഷണം. ഈ മുട്ടും കാലോളം നീണ്ടു കിടക്കുന്നതായി കൈകളാണ് ഒരു പൗരുഷത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം എന്നാത്രേ മുട്ടുവരെ നീണ്ടു കിടക്കുന്ന മുടിയാണെന്നാ. ഇപ്പോഴാണെങ്കിലോ പൂച്ചയുടെ വാല് പോലെയുള്ളതായ ഒരു തൊണ്ട് മുടിയും കൊണ്ട് നടന്ന് ഞാൻ സുന്ദരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പരിഹാരമായിട്ട് ഈ കൃത്രിമ മുടികളൊക്കെ ഉണ്ടാക്കി വെച്ച് നടക്കും. കേശാലങ്കരണം പ്രധാനമാണ് എന്ന് പറഞ്ഞ് നടക്കും കലികാലത്ത്. ഉദരം ഭരത സ്വാർത്ഥ, അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം. കലികാലത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഇപ്പോൾ സപ്താഹത്തിന് ചെന്ന് കഴിഞ്ഞാലും, സത്രത്തിനായാലും ശരി സപ്താഹത്തിനായാലും ശരി, ആൾക്കാർ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന സമയം എപ്പോഴായിരിക്കും? ഉച്ച സമയത്ത്. നമ്മളെ നാട്ടും പുറങ്ങളിലൊന്നുമില്ല. ഇനി ബോംബെയിലൊക്കെ സപ്താഹത്തിന് പോയി കഴിഞ്ഞാൽ ഉച്ച സമയം കഴിഞ്ഞാൽ ഹാള് ഫുള്ളാവും. ഇനി ഇന്നത്തെ സ്ഥിതി പറയണ്ട, പണ്ടേ തൊട്ടുള്ള പതിവ് ഇങ്ങനെയാണെന്ന് പറയാം. അന്നവിചാരം, മുന്നവിചാരം. പണ്ട് ശ്രീരാമശിവൻ പറയും, പണ്ട് കാലത്ത് എല്ലാവരും മേലോട്ട് നോക്കി നടന്നിരുന്നു, ഇപ്പം എല്ലാവരും താഴോട്ട് നോക്കി നടക്കുകയാണ്. പണ്ട് എല്ലാവരും ഈശ്വരനോട്ട് നോക്കി നടന്നിരുന്നു, ഇപ്പം എല്ലാവരും വയറിലോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത്. വയറേ ശരണം എന്ന് പറഞ്ഞ് 7 ദിവസം സത്രമാണ്, മഹാഭാഗ്യമാണ്, വന്നൂടെ കേട്ടുകൂടെ എന്ന് പറഞ്ഞ്, അയ്യോ 7 ദിവസമൊക്കെ വരാൻ പറ്റുമോ, വലിയ 12 ദിവസമൊക്കെ വന്നിരിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ. എന്തിനാണ് ജോലിക്ക് പോകണമെന്നോ, ഞങ്ങൾക്ക് ഊണ് കഴിക്കണ്ടേ, ഒരു ജാൻ വയറില്ലേ എന്ന് പറയും. ഒരു ജാൻ വയറിന്, ചില ആൾക്ക് ഒരു ജാനല്ല 10-12 ജാൻ വയറുണ്ടാവും. അങ്ങനെ വയറിനെ നിറയ്ക്കുക എന്നുള്ള ഉദ്ദേശമല്ലാതെ വേറൊരു ഉദ്ദേശമില്ല ഈ കലികാലത്ത് എന്ന് പറയാം. ദാക്ഷ്യം, കുടുംബഭരണം. കുടുംബഭരണം നടത്തി കഴിഞ്ഞാൽ എല്ലാമായി എന്ന് പറഞ്ഞ് കളത്രപുത്രാദികളിൽ ആസക്തയിത്തന്മാരായി കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ജന്മം കിട്ടിയിരിക്കുന്നത്, എന്താണ് മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം, ആ ചിന്തയില്ലാതെ കളത്രപുത്രാദികൾ ആസക്തയിത്തന്മാരെ കൊണ്ട് ഭാര്യ, മക്കൾ, കുട്ടി, കുടുംബം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ലാതെ അങ്ങനെ കുടുംബം നോക്കി നല്ല കൊട്ടാരം പോലൊരു വീട് വെച്ചു, മക്കൾക്ക് നല്ല പണവും പേരും പ്രതവും പ്രശസ്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കുടുംബം എന്ന് മാന്യനെന്ന് വാഴ്ത്തപ്പെടുന്നതായ ആയിത്തീരും ഈ കലികാലത്ത്. യേശോർത്തെ ധർമ്മസേവനം ചെയ്യപ്പെടുന്നതായ ധാർമ്മികമായിരിക്കുന്നതായ സേവനങ്ങളെല്ലാം തന്നെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അധപ്പതിപ്പിക്കുന്ന രീതിയിലായിത്തീരും. നമ്മൾ അമ്പലത്തിൽ വല്ലതും വഴിപാട് കഴിക്കുകയാണെങ്കിൽ പോലും അത് 4 പേരെ അറിയിക്കണം അല്ലേ. ചില ദിക്കുകളിലൊക്കെ സപ്താഹത്തിന് ചെന്ന് കഴിഞ്ഞാൽ മൈക്കിലൂടെ പരസ്യമായിട്ടങ്ങ് അനൗൺസ് ചെയ്യും, ഇന്നത്തെ സപ്താഹ വേദിയിൽ അന്നദാനവും ഇതൊക്കെ പൂജയൊക്കെ വഴിപാട് കഴിക്കുന്നത് തെക്കേക്കരയിലെ വടക്കേ വളപ്പിലെ ശങ്കരൻപിള്ളയുടെ ഏട്ടൻ്റെ മകളുടെ അനിയത്തിയുടെ കുട്ടിയുടെ 28 പ്രമാണിച്ച്. നാഴിക്ക് 40 വട്ടം പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാലേ അടുത്ത പ്രാവശ്യം വഴിപാട് തരുള്ളൂ. നമ്മൾ ഭഗവാന് വഴിപാട് ചെയ്യുന്നത്, ദാനധർമാതി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഇരുമൈ അറിയാതെ ഇരുകൈ അറിയാതെ കൊടുക്കണമെന്നുള്ള നിയമം. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ പുണ്യം പോയി എന്നാണ്. പക്ഷേ പറഞ്ഞാലേ ഇപ്പം ചെയ്യൂ എന്ന രീതിയിലായി തീർന്നിരിക്കുക. ഉഭയം കാണിക്കൈ എന്ന് എഴുതി വയ്ക്കും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ.
നമ്മൾക്ക് ധാരേഷണ, ധനേഷണ, ലോകേഷണ, ഇതാണത്ര ഏഷണാത്രയങ്ങൾ. ഏഷണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം എന്നർത്ഥം, നമ്മെ ബന്ധിച്ചിടുന്നതായ ആഗ്രഹങ്ങൾ. അതിൽ ധാരേഷണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളത്രപുത്രാദികളുടേതായ ഇല്ലെങ്കിൽ കുടുംബ ബന്ധുക്കളോടുണ്ടാവുന്നതായ ആസക്തി, അതൊരു പക്ഷേ ജയിക്കാൻ സാധിച്ചു എന്നൊരു ആത്മീയമായി ചരിക്കുന്ന ആൾക്കാരിൽ. അതുപോലെ ധനേഷണ, പണത്തിലുള്ളതായ ആഗ്രഹം, അതും ഒരു പക്ഷേ ജയിക്കാൻ സാധിച്ചു എന്ന് വരാം. ഇത് രണ്ടും ജയിച്ചാലും മറികടക്കാൻ ഒരു പ്രതിബന്ധമായി നിൽക്കുന്നതാണത്രേ ലോകേഷണ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിനും പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ളതായ ആഗ്രഹം, ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് 4 പേരെന്നെ ഞാൻ ഏറ്റവും ശ്രേഷ്ഠനാണ്, ബഹുമാന്യനാണ് എന്ന് പറയണം, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പേരിനും പ്രശസ്തിക്ക് വേണ്ടി വലിയ ദാനശീലനാണ്, ഞാൻ ചെയ്ത പോലെ വേറെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതായ ആ പേരിനും പ്രശസ്തിക്കും വേണ്ടി ദാനധർമാദികളെല്ലാം ചെയ്യുന്ന രീതിയിൽ അങ്ങ് ആയിത്തീരും ഈ കലികാലത്ത് എന്ന് പറയാം. ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്ര മുതലായിരിക്കുന്നതായ വർണ്ണങ്ങളിൽ പെട്ടിരിക്കുന്നതായ ആൾക്കാർക്ക് ആർക്കാണോ കയ്യൂക്കുള്ളത്, കാര്യസ്ഥതയുള്ളത്, അവർ എന്തിൻ്റെയും ഭരണ തലപ്പത്തങ്ങ് എത്തിച്ചേരാൻ ഇടയായിത്തീരും. ഇന്നലെ കഴിക്കാവൂ, ഇന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ളതായ വ്യവസ്ഥകളൊന്നും ഇല്ലാതായിത്തീരും. കിട്ടിയാലെന്തും കഴിക്കുക. എന്താ പുതിയ നിയമം? ഈ പുതിയ നിയമം പഴയ നിയമം നമുക്ക് കേട്ടിട്ടില്ലേ? അതിൽ പുതിയ നിയമം എന്താ? തീരുമ്പോൾ കിട്ടുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നാൽ തീരുമ്പോൾ തമ്പുരാൻ തരും. ചില ആൾക്കാരെ പുതിയ നിയമം അങ്ങനെയാണ്, കിട്ടുമ്പോൾ കഴിച്ചുകൊണ്ടേയിരിക്കും, റൈസ് മില്ല് കണക്ക് അരച്ചുകൊണ്ടേയിരിക്കും, തീരുമ്പോൾ തമ്പുരാൻ തരുന്നത്, കഴിയും തോറും ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉദരപൂരണത്തിന് വേണ്ടി കഴിയുന്നതായ ആൾക്കാർ ഇനി ഇന്നതാ കഴിക്കുക എന്നുള്ളതില്ല, എവിടെ വെച്ച് എന്ത് കിട്ടിയാലും കഴിക്കും. നമ്മൾക്ക് ഒരു വീട് വയ്ക്കുന്നതായ സമയത്ത് വാസ്തുവിദ്യപ്രകാരം വടക്ക് കിഴക്കേ മൂലയിൽ ഈശാന കോണിൽ, ഈശ്വരൻ്റെ കോണിൽ പവിത്രമായൊരു സ്ഥലത്താണ് അടുക്കളയെ കൽപ്പിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? പവിത്രമായ ചിന്തയോടുകൂടി വേണം ഭക്ഷണം കഴിക്കാനേ കൊണ്ട്. ഇപ്പം അങ്ങനെയല്ല, എവിടെ വെച്ചും കഴിക്കാം അല്ലേ? തട്ടുകട വഴിനീളെ കാണാം നമ്മൾക്ക്. എന്താ തട്ടുകട എന്ന് പേര് വരാൻ കാരണം? അവിടെ ചെന്നിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എളുപ്പം തട്ടിപ്പോവും, അതുകൊണ്ട് തട്ടുകട. ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റായി പോയി കിട്ടും, അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് നമ്മളിപ്പോൾ വരുന്ന സമയത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തേക്കാളെല്ലാം ഇന്ന് കൂടുതൽ ബോർഡുകൾ ഏതാ? കറുപ്പ് ബോർഡിൽ വെളുത്ത അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, കുഴിമന്തി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ അങ്ങനെ അവർ പേര് വരാൻ കാരണം എന്ന് ആലോചിച്ച സമയത്തൊന്നും തോന്നുന്നത്, അവിടെ ചെന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ എളുപ്പം കുഴി മാന്തും, അതുകൊണ്ട് കുഴിമന്തി എന്ന്. ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ മൃഗങ്ങളെപ്പോലെ ഇങ്ങനെയുള്ളതായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതായ അധപ്പതിച്ച അധകൃത വർഗമായി തീരും ഈ കലികാലത്ത് എന്ന് പറയുകയാണ്. പിന്നെ അനാവൃഷ്ട്യാവിനക്ഷന്തി, നമ്മളെ പൂർവികന്മാർ നമ്മളോട് രാവിലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കാലേ വർഷതു പർജന്യ പൃഥ്വീ സസ്യശാലിനി, കാലാകാലങ്ങളിൽ നമ്മൾക്ക് മഴ പെയ്യണം, ഭൂമി സസ്യസമ്പുഷ്ടമായി തീരണം. ജീവിതം ആനന്ദിക്കാനുള്ളതാണ്, ദുഃഖിക്കാനും കരയാനുമുള്ളതല്ല. അഷ്ടകരങ്ങളിൽ ആയുർജാലമേന്തി അട്ടഹസിക്കുന്നതായ ആദിപരാശക്തിയെയും പ്രീതി പ്രസന്തി മന്ദസ്മിര സുന്ദരതമായിരിക്കുന്നതായി തിരുമുഖ കമലത്തോടുകൂടി പ്രശോഭിക്കുന്ന പാർത്ഥസാരഥിയായ പ്രഭുവിനെയും നമ്മളോട് പ്രകീർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് ജീവിതം ആനന്ദിക്കുവാനുള്ളതാണ്. നമ്മൾക്ക് ആധ്യാത്മികമായും ആദിഭൗതികമായും ആദിദൈവികമായും എല്ലാ പ്രകാരത്തിലും നമ്മൾക്ക് അതിൻ്റേതായ സമ്പന്നതയുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് കാലാകാലങ്ങളിൽ മഴ പെയ്യണം, സസ്യസമ്പന്നമായി തീരണം ഭൂമി എന്നുള്ളതെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത്. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് പഠിപ്പിച്ചു തന്നതായ പ്രാർത്ഥനയൊക്കെ നമ്മൾ കൈവിടിഞ്ഞു. പരിഷ്കാരത്തിൻ്റെ പേരും പറഞ്ഞ് ഈ പരിഷ്കാരത്തിൻ്റെ പച്ചപ്രവക്താക്കളെന്ന് പറയപ്പെടുന്നതായ യൂറോപ്യന്മാരുടെ പിന്നിൽ പോയി പത്രം പറഞ്ഞാൽ അത് വിശ്വസിക്കാം, വ്യാസൻ പറഞ്ഞാൽ പൊളിയാണ് പോലും. വ്യാസഭഗവാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അന്ധവിശ്വാസമെന്ന് മുദ്രകുത്തി അതിനെയൊക്കെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. സായിപ്പിൻ്റെ സന്തതികളെ വേഷഭൂഷാദികളൊക്കെ കെട്ടി, പണ്ടത്തെ ഋഷീശ്വരന്മാരെ അരയിൽ കെട്ടിയ സാധനത്തിനടുത്ത് കഴുത്തിൽ കെട്ടി മാന്യനായിക്കൊണ്ട് നടന്ന് എന്ത് പറഞ്ഞു? റെയിൻ റെയിൻ ഗോ അവേ കുട്ടികളെ പഠിപ്പിച്ചു. പെറ്റ് വീണ മുതൽ ആ കുട്ടി പാടുന്നതായ മഹാമന്ത്രം ഏതാ? റെയിൻ റെയിൻ ഗോ അവേ. ആരായാലും കുറേ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമോ? മഴ ഒറ്റ പോക്കാം, പിന്നെ ഇങ്ങോട്ട് വന്നേ ഇല്ല. ഇന്ന് 2050 ആകുമ്പോഴേക്കും ഭൂമിയുടെ 1/3 പ്രദേശം കുടിവെള്ളക്ഷാമത്താൽ നീറിപ്പടയാനിടയാകുമത്രേ. രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്.
അങ്ങനെ ഒരു കുടിവെള്ളക്ഷാമം, ജീവന വസ്തുക്കളിൽ മുഖ്യമായിരിക്കുന്നതായ ഒന്നാണ് ജലം. അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് പൂർവ്വന്മാർ പറഞ്ഞത് കാലയെ വർഷത്ത് പറഞ്ഞെന്നാണ് പ്രാർത്ഥിക്കാനെ കൊണ്ട് പറഞ്ഞത്. കലി കൂടുന്തോറും മഴ കുറഞ്ഞു വരാനിടയായിത്തീരും. ദുർഭിക്ഷകര പീഡിതാഹ, ദുർഭിക്ഷയും ദാരിദ്ര്യമൊക്കെ ധാരാളമായിട്ടങ്ങ് ഉണ്ടാവും. പല പ്രകാരത്തിൽ കരങ്ങളെ അടിച്ചേൽപ്പിച്ച്, നികുതി അടിച്ചേൽപ്പിച്ച് ജനങ്ങളുടെ കണ്ണീരിനെ പിഴിഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ഭരണചക്രം ഇവിടെ തിരിയാൻ ഇടയായിത്തീരുക. ഓരോ പ്രളയം കഴിയുന്ന സമയത്തും ഓരോ സെസ് ഏർപ്പെടുത്തും. നമ്മൾ ഓരോ സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഇത്ര പൈസ പ്രളയ സെസ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്തിനായി പ്രളയ സെസ് കൊടുക്കുന്നത്? അടുത്ത പ്രളയം വരെ ഇത് തുടരുന്നതാണ്. അടുത്ത പ്രളയം വരെ ഇത് കൊടുത്ത് നിങ്ങളെ മുഴുവൻ പ്രളയത്തിൽ മുക്കും ഈ സെസ്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുന്നുണ്ട് ഇല്ലേ? എന്താ അവർ കണ്ണീര് കുടിച്ച് കഴിയാൻ മുഖ്യമായിരിക്കുന്ന ഒരു കാരണം? മദ്യപാനത്തിൻ്റെ അതിവിപത്തിനെ കൊണ്ട് എത്ര അമ്മമാരാ കണ്ണീരും കൈയുമായിട്ട് കഴിയുന്നത്? എത്ര കുടുംബങ്ങളാണ് ശിഥിലമായി തീരുന്നത്? ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസ മേഖല തന്നെ കലാലയങ്ങളെല്ലാം കൊലാലയങ്ങളായി ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നതായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്നതായ കുട്ടികൾ, ഒരു കുട്ടിയുടെ സ്കൂൾ ബാഗ് തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് ചെറിയൊരു പൗഡർ കണ്ടു. എന്താ പൗഡർ എന്ന് ചോദിച്ച സമയത്ത്, അന്വേഷിച്ച സമയത്ത് പറയുക അതൊരു ലഹരി മരുന്നാണ് എന്ന്. ഒരു സ്റ്റിക്കർ പോലെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടും. അത്ര നാവിൻ്റെ അടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാലും മതി. ക്ലാസ്സിൽ ചെന്നിരുന്ന് കഴിഞ്ഞാലും യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ ഒരു ഉന്മത്തനെ പോലെ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളുടെ ഭാവി ഭാരതത്തിൻ്റെ വാഗ്ദാനങ്ങളായിരിക്കുന്നതായ വരദാനങ്ങളായിരിക്കുന്നതായ ഭാവി തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു രാജ്യങ്ങളിൽ കരുതിക്കൂട്ടി ചെയ്യപ്പെടുന്നതായ പ്രവൃത്തിയാണത്രേ ഈ ലഹരി മരുന്നുകളെ കടത്തിവിടുക എന്നുള്ളത്. ഈ ലഹരി മരുന്നുകൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നതായ എന്നാൽ ഈ മദ്യപാനവും ഇതൊക്കെ നമ്മൾക്ക് വിപത്തിനെ വരുത്തി വയ്ക്കുന്നതാണെങ്കിൽ അതങ്ങ് നിരോധിച്ചുകൂടെ? എങ്ങനെ നിരോധിക്കും? അതിന് 100% ടാക്സാണ്. അതില്ലെങ്കിൽ ഇവിടെ ഭരിക്കാൻ പറ്റില്ല. അങ്ങനെ അധാർമികമായ മാർഗത്തിലൂടെ കരം പിരിച്ച് ഭരിക്കുന്നതായ രീതിയിലായിത്തീരും ഈ കലികാലത്ത് എന്ന് പറയാം. വിശപ്പ് കൊണ്ടും നാനാവിധ മാറാ രോഗങ്ങളെ കൊണ്ടും ദുരന്ത ചിന്തകളെ കൊണ്ടും പീഡിതരായി കഴിയും ഈ കലികാലത്ത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ വിശപ്പ് കൊണ്ട് അന്നം മോഷ്ടിച്ചെടുത്ത് ആ പട്ടിണി പാവത്തെ കൊന്നു കൊലവിളിച്ചതായ ചരിത്രം നമ്മൾക്ക് അന്യമല്ല. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനം അന്നദാനമാണെന്ന്. ഒരു ഗൃഹസ്ഥന് ഊണ് കഴിക്കുന്നതിന് മുന്നേ തെരുവിലിറങ്ങി ചോദിക്കണം ആരെങ്കിലും ഊണ് കഴിക്കാൻ ബാക്കിയുണ്ടോ എന്ന്, അവർക്ക് കൂടി കൊടുത്തിട്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന്. എത്ര പവിത്രമായിരിക്കുന്നതായ ഒരു ആശയമാണ്. നമ്മളുടെ ഭാരതത്തിൽ നന്നാക്കാൻ ഒരു ഉത്സവവും എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതായ ആവശ്യമില്ല. നമ്മളുടെ പൂർവികന്മാർ പകർന്നു തന്നതിനെ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മതി. പക്ഷേ അതെല്ലാം കളഞ്ഞു കുളിച്ചതിൻ്റെ ഫലമായിട്ട് വിശപ്പിന് അടിമപ്പെട്ടുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ, കുക്ഷി നിറയ്ക്കാൻ വഴിയില്ലാതെ തെരുവ് മക്കളായി കഴിയുന്നതായ ആൾക്കാർ കലികാലത്ത് കൂടുതലായിട്ട് വരും. ഓരോ വർഷം കഴിയുന്തോറും വ്യാധിപ്പിച്ച നാനാവിധ അസുഖങ്ങൾ. മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിന് കുറവില്ല, മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വരുന്നതായ ഡോക്ടർമാരുടെ എണ്ണത്തിന് കുറവില്ല. അതുപോലെ തന്നെ ഓരോ വർഷവും കണ്ടുപിടിക്കപ്പെടുന്നതായ രോഗങ്ങൾക്കൊരു കുറവില്ല. പുത്തനായ രോഗങ്ങൾ, പന്നിപ്പനിയാണ്, പള്ളിപ്പനിയാണ്, പിന്നെ തക്കാളിപ്പനിയാണ്, ഇല്ലേ, എന്തൊക്കെ പനികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും ഈ രീതിയിൽ വികസിക്കാത്തതായ അന്നത്തെ കാലത്ത് ഇത്ര അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര മെഡിക്കൽ കോളേജുകളുണ്ടായിരുന്നില്ല. എല്ലാവരും ആരോഗ്യതർഗാത്രന്മാരായിരുന്നു. കലിയുടെ കോലാഹലം വർദ്ധിക്കുന്തോറും നാനാവിധ അസുഖങ്ങളാൽ പീഡിതരായിത്തീരും. പാഖണ്ഡ പ്രചുരേ ധർമ്മേ, നല്ലത് കാണാനല്ല, നല്ല സത്ശാസ്ത്രങ്ങൾ പഠിക്കാനല്ല, പാഖണ്ഡധർമ്മങ്ങളിലാണ്, വേദവിരുദ്ധമായിരിക്കുന്നതായ മാർഗങ്ങളിലാണ് കൂടുതലും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുക എന്ന്. ദസ്യുപ്രായേഷു രാജസു, ഭരണാധിപന്മാരായിരിക്കുന്നതായ രാജാക്കന്മാരായിരിക്കുന്നതായ ആൾക്കാരാവട്ടെ അവർ സത്യവും ധർമ്മവും എല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് അധാർമികമായ മാർഗത്തിലൂടെ ഭരിക്കുന്നതായ ആൾക്കാരായിത്തീരും. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളതായ ആൾക്കാരെ ആശ്രയിച്ചാലേ നമ്മളുടെ കാര്യം നടത്താനേ കൊണ്ട് പറ്റുള്ളൂ എന്നാണ്. പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു കഷ്ടം വന്നു നമ്മൾ ആരെ ആശ്രയിക്കും? ഭഗവാനെ ആശ്രയിക്കും. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചോദിക്കും.
മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ശിവസഹസ്രനാമം ചോദിക്കും, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ലളിതാ സഹസ്രനാമം ചോദിക്കും. ഇന്ന് ഈ ഭരണാധിപന്മാരുടെ നേതാക്കന്മാരുടെ കൃപയുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ എന്തു ചെയ്യും? നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് നേരാ സഹസ്രനാമം ചോദിക്കണോ അത്രേ. വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണു ഭഗവാന്റെ മഹിമ അറിയും, നേരാ സഹസ്രനാമത്തിൽ നേതാവിൻ്റെ മഹിമ അറിയും. അങ്ങനെ നേതാവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ഒരാൾ ചമറം പടിഞ്ഞിരുന്ന് നേതാവിനെ ധ്യാനിക്കണം. വെള്ളത്തൊപ്പിയും വെള്ളമുണ്ടുമൊക്കെ ഗദർ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നതായി നേതാവിനെ ധ്യാനിച്ച് ഓം ശ്രീ നേതാ ശ്രീ മഹാവീര മന്ത്രി സിംഹാസനപ്രിയാം കള്ളൻ കള്ളക്കടത്തുള്ളോൻ കരിഞ്ഞെന്തക്കട വെച്ചവൻ കാട്ടുകൊള്ളയ്ക്ക് കൂട്ടാളി കാട്ടുകള്ളൻ മഹാകലൻ വീരപ്പൻ്റെ ഗുരുസ്വാമി കൊച്ചുണ്ണിക്കരി വെച്ചവൻ. ഏത് കൊച്ചുണ്ണി? കായംകുളം കൊച്ചുണ്ണിയേ. കൊച്ചുണ്ണിക്കരി വെച്ചവൻ കാണ്ടാമൃഗത്തൊലിക്കട്ടി ജംബൂകരുടെ കൗശലം ഇല്ലേ? കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയോട് കൂടിയിട്ട് ഒരു ഉളുപ്പും വളുപ്പും ഇല്ലാതെ ഏതധർമ്മം ചെയ്യാനും മടിയില്ലാത്തതായ ആൾക്കാരെ കൊണ്ട് പാട്ടാപ്പകൽ പിടിച്ചു വെറിയും കൊള്ളയും കൊലയും നടത്തുന്നതായ ആൾക്കാരുടെ കയ്യിൽ അധികാരത്തിന് ചെങ്കോൽ എത്തിപ്പെടാനിടയായിത്തീരും ഈ കലികാലത്ത് എന്ന് പറയുക. നമ്മൾക്ക് നമ്മളുടെ സർവസ്വമായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിക്കുന്നതായ പാഠം എന്താ? വൃന്ദാവന ലീല കഴിഞ്ഞ് 3 ലീലാഖണ്ഡങ്ങൾ 3 പ്രകാരത്തിലാണ് ശ്രീകൃഷ്ണ ലീലകളുടെ. ഒന്ന് വൃന്ദാവന ലീല, മധുരാ ലീല, ദ്വാരകാലീല. വൃന്ദാവനത്തിൽ ആയർക്കിടാവായി ആടിപ്പാടി തിമർത്തു, മധുരയിൽ മന്നനായി വിരാജിച്ചു, ദ്വാരകയിൽ ചക്രവർത്തിയായി ശോഭിച്ചു. വൃന്ദാവൻ ലീലകൾ കഴിഞ്ഞ് വന്നതായ സമയത്ത് ഭഗവാൻ ആദ്യം ചെയ്തത് സാന്ദീപൻ്റെ ഗുരുകുലത്തിൽ ചെന്ന് 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ചു. എന്തിനു വേണ്ടി? ഇനി ഭരണാധിപനായിട്ട് രാജാവായിട്ട് രാജ്യം ഭരിക്കാൻ പോവുകയാണ്. അറിവുള്ളവൻ്റെ കയ്യിൽ വേണം അധികാരം ഏൽപ്പിക്കാനായിട്ട്. അറിവില്ലാത്തവൻ്റെ കയ്യിൽ ഒരിക്കലും അറിവാകുന്ന ആയുധത്തെ കൊടുക്കരുത്. കത്തി കറുകത്തിയാകുന്നതും കൊലകത്തിയാകുന്നതും കത്തിയുടെ കുഴപ്പമല്ല, അത് ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമാണ്. അറിവുള്ളവനെ അധികാരം കൊടുക്കാവൂ. അറിവില്ലാത്ത ആൾക്കാർ അധികാര സ്ഥാനങ്ങളിലെത്തും ഈ കലികാലത്ത് എന്ന് പറയാണ്. പിന്നെ ആശ്രമ സങ്കേതങ്ങളെല്ലാം തന്നെ പരമഹംസന്മാരാൽ പരിശോഭിതമായിരിക്കുന്നതായി പുണ്യസങ്കേതങ്ങളെല്ലാം തന്നെ സാധാരണ ഒരു വീടുകളിലെ പോലെയുള്ളതായ അവസ്ഥയിൽ സുഖലോലുപന്മാരായി കഴിഞ്ഞുകൂടുന്നതായ ആൾക്കാർ, സജ്ജനങ്ങൾ പോലും പാഖണ്ഡമതത്തെ ഭൗതികതയ്ക്ക് വേണ്ടിയാണ് ആത്മീയത എന്ന് പോലും പ്രസംഗിച്ചുകൊണ്ട് അതിനെ അനുവർത്തിക്കുന്നതായ ആൾക്കാരെ കൊണ്ടെന്നറിയാനിടയായിത്തീരും. മനുഷ്യന് ഏറിക്കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് വരെയൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ എന്ന് പറയുക. അതിനപ്പുറത്ത് പോകാനും കൊണ്ട് ഓരോ വർഷം കഴിയുന്തോറും ആയുസ് കുറഞ്ഞു അങ്ങനെ വരാനിടയായിത്തീരും. ഗൃഹങ്ങളിലാവട്ടെ അതിഥി സൽക്കാരം മുതലായിരിക്കുന്നതായ സനാതന ധർമ്മത്തിൻ്റെ സാർവത്രികമായിരിക്കുന്നതായ ആ സമ്പന്നതയൊന്നും സ്വല്പം പോലും അങ്ങ് ഉണ്ടാവാനിടയില്ല. ജനങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും ജനസംഖ്യ കൂടി വന്ന് സൂചി കൊത്താൻ ഇടമില്ലാത്തതായ രീതിയിൽ ജനങ്ങളെ കൊണ്ട് നിറയാനിടയിത്തീരും. ഒരു തുള്ളി വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുത്ത് കുത്തി വെള്ളം കുടിക്കാവുന്നതായ രീതി, രക്തം കുടിക്കാവുന്ന രീതിയിലായിത്തീരും. പ്രാകൃതന്മാരായി തീരും ഈ കലികാലത്ത് ജീവന്മാർ. അങ്ങനെ ആ അധർമ്മം കൊടുമ്പിരി കൊണ്ട് അതിൻ്റെ മൂർത്തിമൽ ഭാവത്തിൽ എത്തിയിരിക്കുന്നതായ സമയത്ത് ധർമ്മത്രാണായ സാധൂനാം ജന്മകർമാഭനുത്തയേം. സാധൂനാം ത്രാണായ സജ്ജനങ്ങളെ രക്ഷിക്കാനായിക്കൊണ്ട്, ധർമ്മത്തെ രക്ഷിക്കാനായിക്കൊണ്ട് ഭഗവാൻ ശമ്പള ഗ്രാമത്തിലെ വിഷ്ണു യശസ് സുമതി എന്നീ ദമ്പതികളുടെ പുത്രനായി പൂയ നക്ഷത്രവും ഞായറാഴ്ചയും കൂടുന്നതായ ദിവസം കൽക്കി എന്ന തിരുനാമത്തോടുകൂടി അങ്ങ് അവതരിക്കും. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് അവതരിക്കുന്നു പറഞ്ഞു വെച്ചു. കീകടേഷു ഭവിഷ്യതി എന്ന് ബുദ്ധനെക്കുറിച്ച് പറഞ്ഞു. കീകടത്തിൽ ബുദ്ധനായിട്ട് ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞു, അവതരിച്ചു. കൽക്കി അവതാരത്തെക്കുറിച്ചും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞായറാഴ്ചയും പോയി നക്ഷത്രം കൂടി കൂടുന്നതായ ദിവസം ചന്ദ്രൻ സ്വക്ഷേത്രബലവനായി കർക്കിടകത്തിൽ, വ്യാഴം ഉച്ചക്ഷേത്രമായിരിക്കുന്നതായ കർക്കിടകത്തിൽ, സൂര്യൻ സ്വക്ഷേത്രത്തിലോട്ടുള്ളതായ ആരോഹണക്രമത്തിൽ നിൽക്കുന്നതായ വേളയിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും. ഇന്ന സമയത്ത് അവതരിക്കുമെന്ന് പറഞ്ഞു വെച്ചു. ഇതിനു വേണ്ടി കാലം കലികാലമാണ്. ഓരോ പുത്തനൊക്കെ അവതാരങ്ങളൊക്കെ ഞാനാണ് കൽക്കി എന്ന് പറഞ്ഞ് വാളെടുത്തവൻ വെളിച്ചപ്പാടുന്ന കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പല അന്ധവിശ്വാസങ്ങൾക്ക് അടിമോട്ട് പോകാൻ ഇടയായിത്തീരരുത് എന്ന് നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞ് വ്യാസഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്ന സമയത്ത് കൽക്കിയായിട്ട് ഭഗവാൻ അങ്ങ് അവതരിക്കും. കൽക്കിയായിട്ട് അവതരിച്ച് ദേവദത്തം എന്നു പേരായിരിക്കുന്നതായി വായുവേഗത്തിൽ സഞ്ചരിക്കുന്നതായ ഒരു കുതിരപ്പുറത്തേറി ആ നാന്തകം വാളിനെ എടുത്തുകൊണ്ട് നൃപലിംഗച്ഛതോദസ്യോൻ കോടിശോ നിഹനിഷ്യതി, സത്യധർമാദികളില്ലാതെ കേവലം അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതായ അധാർമികന്മാരായിരിക്കുന്നതായ ആൾക്കാരെയെല്ലാം അങ്ങ് വകവരുത്തും.
അന്നേരം ഭഗവാന്റെ ഭൂമിയിൽ തട്ടി വരുന്നതായി കുളിർക്കാറ്റ് വാസുദേവാങ്കരാഗാദി പുണ്യഗന്ധാന്യ സ്പൃശാം, ഭഗവാന്റെ ഭൂമിയിൽ തട്ടി വരുന്നതായി കുളിർക്കാറ്റ് ഏൽക്കുന്നതായ സമയത്ത് ജനങ്ങളുടെ ഉള്ളിലുള്ളതായ ദുശ്ചിന്തകളെല്ലാം പോയി സന്മാർഗത്തിൻ്റേതായ ഈശ്വര ചിന്തയുടേതായ പരിമളം 4 ഭാഗത്തും അങ്ങ് പ്രകാശിക്കാനിടയായിത്തീരും. മഹാത്മാക്കളുടെ സന്നിധിയിൽ ചെല്ലുന്നതായ സമയത്ത്, ഗുരുവായൂരപ്പൻ്റെ തിരുനടക്കൽ ചെല്ലുന്നതായ സമയത്ത് എന്തെല്ലാം ദുഃഖപരവശന്മാരായി വരുന്നതായ ആൾക്കാർ തന്നെയായാലും തിരക്ക് പിടിച്ച് ക്യൂ നിന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഭഗവാനെ തിരുനടക്കിലെത്തുക. എൻ്റെ ഗുരുവായൂരപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ കുഴങ്ങല്ല കേട്ടോ, ഞാനുണ്ട് കേട്ടോ എന്ന് അരളി ചെയ്തുകൊണ്ട് അപ്പം തഴുകുന്നതായ ഒരു കുളിർ കാറ്റുണ്ട്. അത് ശൈത്യ സൗരഭ്യാദി ഗുണഗണങ്ങളോടുകൂടി ഇരിക്കുന്നതായ കുളിർക്കാറ്റ്, സെൻറ്റിൻ്റെ അല്ല, അത്താറിൻ്റെ അല്ല, ഭഗവാന്റെ പൂമേനിയിൽ തട്ടി വരുന്നതായ കുളിർക്കാറ്റാണ്. ആ കുളിർക്കാറ്റ് ഏറ്റുകഴിഞ്ഞാൽ തന്നെ എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കും. കൽക്കി ഭഗവാന്റെ കുളിർക്കാറ്റേറ്റ് എല്ലാവരും മനസ്സും മാറി പരമാനന്ദ ഭരിതരായിത്തീരും. എന്നാണോ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നത് അന്ന് മുതൽക്ക് കലിയുഗം കഴിഞ്ഞ് കൃതയുഗം ആരംഭിക്കും. ജനങ്ങളെല്ലാം കൃതകൃത്യന്മാരായി തീരും. സത്യത്തിലും ധർമ്മത്തിലും അഭിരുചിയുള്ളതായ ആൾക്കാരായി തീരും. മനസ്സിൽ തമസ് മുഴുക്കുന്നതായ സമയത്താണ് കലി ആരംഭിക്കുന്നത്. സത്യാദി സൽക്കർമ്മങ്ങൾ നഴലിക്കുന്നതായ വേളയിലാണ് കൃതയുഗം ആരംഭിക്കുന്നത്. സ്വന്തം കുക്ഷി നിറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞുകൂടിയിരിക്കുന്നതായ ആൾക്കാരുടെ ചരിത്രങ്ങളെല്ലാം ആരോർക്കാനായിക്കൊണ്ട് അവരെല്ലാം കാലഗതിക്ക് അടിമപ്പെട്ടു പോവും. നേരെ മറിച്ച് സംസ്കാര സംശുദ്ധിയോടുകൂടി സത്യധർമാദികളെ പാലിക്കുന്നതായ ഒരാൾക്ക് എന്നും കൃതയുഗം തന്നെ ആയിരിക്കും എന്നുള്ളതായ തത്വത്തെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ 2ാമത്തെ അധ്യായം സമർപ്പിച്ചിരിക്കുകയാണ്. ഭഗവാൻ കൽക്കിയായിട്ട് ഗഡ്ഗം ഏന്തിയിരിക്കുന്നതോട് ഗഡ്ഗി എന്നൊരർത്ഥം കൂടി പറയുന്നുണ്ട്. ജ്ഞാനമാകുന്ന വാളിനെ കയ്യിലേന്തിക്കൊണ്ടാണ് ഭഗവാൻ ദുഷ്ടന്മാരിൽ അധാർമികമായ ചിന്തകളെല്ലാം അങ്ങ് നിഷ്കാസനം ചെയ്തത് എന്ന്. അത് നമ്മൾക്ക് സ്വാനുഭവമായി തീരാൻ നമ്മളുടെ സർവസ്വമായ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.